നമസ്കാരം. ഇന്ന് നവംബർ 18 വൃശ്ചികം 3 എൻ്റെ ജന്മദിനവുമാണ്. എൻ്റെ ഈ ജന്മദിനത്തിൽ നിങ്ങളോട് മാർക്കിൻ്റെ കഥ പറയാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായി കരുതുന്നു. ഇനി കഥയിലേക്ക് കടക്കാം. ഗുവൻ സഹോദരന്മാരുടെ ആ മരണം ശരിക്കും മാർഷൽ ആർട്സ് ഫോറത്തിനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചൊന്ന് കുലുക്കിയെന്ന് പറയാം. ജിങ്ദു മാർഷൽ അസോസിയേഷൻ എന്തോ ഒരു പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പുതിയ 3 സൂപ്പർ താരങ്ങളെ സൃഷ്ടിച്ച വാർത്ത കുറെ മാസങ്ങളായി മാർഷൽ ആർട്സ് ഫോറത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു സംഭവമാണ്. ആ മൂവരും ചേർന്ന് ന്യൂസ് തലസ്റ്റിലെ അറിയപ്പെടുന്ന പ്രഭു കുടുംബങ്ങളിലെ അതിശക്തരായ യോദ്ധാക്കളെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്ന വീഡിയോകളും ഇഷ്ടംപോലെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വെറും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് മാത്രമായിരുന്ന ആളുകളാണ് മാർക്വിസ്റ്റുകളെ തോൽപ്പിക്കുന്നത്. സങ്കല്പിക്കാനാവാത്ത ഒരു കാര്യമാണ് ആളുകൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ 3 സഹോദരന്മാരെയും ഒരു സോഡ് മാസ്റ്റർ ഒറ്റ വെട്ടിന് കൊന്നു എന്ന് കേട്ടപ്പോൾ അത് വല്ലാത്തൊരു ചർച്ചയാവുകയാണ്. അയാളുടെ ആ സോഡിന് ശരിക്കും ശക്തമായ പ്രകാശമുണ്ടെന്നും ആ പ്രകാശം 30 അടിയോളം നീളത്തിലേക്ക് ആ ഹാളിൽ വീണു എന്നൊക്കെയുള്ള കഥകൾ ദൃക്സാക്ഷികൾ പറഞ്ഞ് മാർഷൽ ആർട്സ് ഫോറത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ആ പ്രകാശം ഉണ്ടാക്കുന്ന ആ വാളാണ് ആ സോഡ് മാസ്റ്റർ ശക്തി എന്ന് വരെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഒരു ചോദ്യം എല്ലാവരും ഉന്നയിക്കുകയാണ്. കറുത്ത വസ്ത്രം ധരിച്ച് തലയിലേക്ക് തൊപ്പി പോലെ ആ കോട്ട് ഉയർത്തി വെച്ചിരുന്ന ആ മനുഷ്യൻ ആരാണ്? അതാണ് കാതലായ ചോദ്യം. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗുവൻ സഹോദരന്മാരാണ്. ഗുവൻ സഹോദരന്മാർക്ക് ഇത്രയും ശക്തി കിട്ടിയത് അവരുടെ ശരീരത്തിലേക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഏതോ ശൈലിയിൽ സംഘടിപ്പിച്ച ഒരു രക്തം ഇൻജെക്ട് ചെയ്തതുകൊണ്ടാണെന്നുള്ള കഥയും ആരൊക്കെയോ പറഞ്ഞ് ഇപ്പോൾ മാർഷൽ ആർട്സ് ഫോറത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗുവൻ സഹോദരന്മാരുടെ രക്തത്തിൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ നൽകിയ രക്തം മിശ്രിതമായിരിക്കുകയാണ്. അതിൽ അതൃപ്തി തോന്നിയ ഗുവൻ സഹോദരന്മാരുടെ പിതാമഹൻ ആൻസിസ്റ്റർ ഗുവൻ പ്രതികാരം ചെയ്തതാണെന്നാണ് ആളുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. ഈ ചർച്ച അങ്ങനെ നടക്കുമ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് ഇതൊരു വലിയ വിഷയമായിരിക്കുകയാണ്. പ്രസിഡന്റ് ക്യൂ ഷിനാനും മറ്റ് അനവധി ഉദ്യോഗസ്ഥന്മാരും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ആൻസിസ്റ്റർ ഗുവാന് അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വേറെ രക്തം കലർത്തിയത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ആ ധാരണ ആ ചർച്ചയിൽ ഇങ്ങനെ ഉരുത്തിരിക്കുകയാണ്. പ്രസിഡന്റ് ക്യൂ ഷിനാൻ പറഞ്ഞു, ഷേ അയാളത് എന്താ ചെയ്തത്? അത് കേട്ടത് ഗൂഷന്റെ സെക്രട്ടറി ചോദിച്ചു, പ്രസിഡന്റ് ആരാ ഈ ആൻസിസ്റ്റർ ഗുവൻ? ഹേയ്, നിനക്കത് അറിയില്ലല്ലേ? നമ്മുടെ ഗോഡ് ഓഫ് ലാരി ഹോംസും ജിയാങ് ഹേയൊക്കെ ശക്തരാകുന്നതിന് മുമ്പ് മാർക്വിസായ വ്യക്തിയാണ് ഈ ആൻസിസ്റ്റർ ഗുവൻ. ഈ ഗുവൻ കുടുംബത്തിൽ അതിശക്തനായിരുന്നു ആൻസിസ്റ്റർ ഗുവൻ. അയാൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പ്രസിഡന്റ് അയാൾ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്? അന്ന് നമ്മുടെ ഒത്തിരി ഹാസ്റ്റ് ഓഫ് മാർക്വിസ്റ്റുകളെയൊക്കെ അയാൾ കൊന്നായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് അയാൾ പൊതുധാരയിൽ നിന്ന് അപ്രത്യക്ഷനായി. എന്നിട്ട് ഇപ്പോഴാണ് അയാളെക്കുറിച്ച് കേൾക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അതിശക്തരായ യോദ്ധാക്കളെ കൊന്നൊടുക്കിയ ആൻസിസ്റ്റർ ഗുവൻ പിന്നീട് വാർത്തകളിൽ നിന്ന് പൂർണ്ണമായും അങ്ങ് മാറി നിൽക്കുകയായിരുന്നു. അയാൾ എവിടേക്ക് പോയെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയില്ല. ഇപ്പോഴാണ് അയാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തിരികെ വരുന്നത്. ഈ കഥകളൊക്കെ കേട്ടുകൊണ്ട് സാക്ഷാൽ ഷിയ ഹാങ്റെ നിശബ്ദനായി ആ മുറിയിൽ നിൽക്കുകയാണ്. ഷിയയ്ക്ക് അങ്ങോട്ട് ഞെട്ടൽ മാറിയിട്ടില്ല. അയാൾ യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർക്ക് ആ ഗുവൻ സഹോദരന്മാർ എത്താൻ സാധ്യതയുള്ള ബാറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തത് ഒരു ദുരുദ്ദേശത്തിലാണ്. മാർക്ക് അവന്മാരുടെ കയ്യിൽ കൊല്ലപ്പെടുമെന്ന് അയാൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഇതാ പൊളിഞ്ഞു വീണിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ അയാൾ അതിശയപ്പെടുത്തിക്കൊണ്ട് ആ ഗുവൻ സഹോദരന്മാരെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. താൻ അറിഞ്ഞ കാര്യം പ്രസിഡന്റ് ക്യൂ ഷിനാനോട് പറയണമോ വേണ്ടയോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ഇപ്പോൾ ഷിയ ഹാങ്റെ. അവിടെ നടക്കുന്ന ചർച്ച പൂർണ്ണമായും ആൻസിസ്റ്റർ ഗുവാനുമായി കണക്ട് ചെയ്തിട്ടാണ്. ആ ചർച്ച കുറച്ചു നേരം നോക്കി നിന്നിട്ട് തന്റെ സ്ഥിരം കലാപരിപാടിക്കായി ഷിയ ഹാങ് അവിടെ നിന്ന് ഇറങ്ങി. അയാളാണല്ലോ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനും ന്യൂസ് തലസിലെ പ്രഭു കുടുംബങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന പാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഭു കുടുംബങ്ങൾ നടത്തുന്ന പാർട്ടികളിലൊക്കെ എല്ലാ ദിവസവും പങ്കെടുക്കണം. ഏതെങ്കിലും ഒരു
ഫാമിലിയുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ സാധാരണഗതിയിൽ ഉണ്ടാവും. ബർത്ത്ഡേ ഫംഗ്ഷനോ, വിവാഹമോ, ബിസിനസ് ഫംഗ്ഷനോ, ഗെറ്റ് ടുഗദറുകളോ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും. അതിന് ജിങ്ദു മാർഷൽ ആർട്സിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക എന്നുള്ളതാണ് ഷിയാങ് ഹാങ്ങിന്റെ ജോലി എന്ന് പറയുന്നത്. അയാളുടെ കയ്യിൽ അതാ ദിവസത്തെ ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. എല്ലാ പ്രഭു കുടുംബങ്ങളും കൃത്യമായിട്ടും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ അവരുടെ ചടങ്ങുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാറുമുണ്ട്. ആ ഇൻവിറ്റേഷൻ അനുസരിച്ച് ആ ചടങ്ങിൽ പങ്കെടുക്കുക ഷിയാങ് ഹാങ് ആണ്. അതുകൊണ്ട് തന്നെ അന്നും ഷിയാങ് ഹാങ് പാർട്ടികളിലൊക്കെ പങ്കെടുത്ത് ഏകദേശം ഒരു 9 മണിയോട് അടുപ്പിച്ചാണ് വീട്ടിൽ മടങ്ങിയെത്തുന്നത്. അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ അയാളെ കാത്ത് അവിടെ സാക്ഷാൽ മാർക്ക് ഫെല്ലർ ഇരിപ്പുണ്ട്. മാർക്കിനെ കണ്ടപ്പോൾ അയാൾ ഒന്ന് നടുങ്ങി. അയാളുടെ നടുക്കം ശ്രദ്ധിച്ച് മാർക്ക് ഷിയാങ് ഹാങ്ങിനോട് ചോദിച്ചു, ഷിയ, നിങ്ങൾ എമിലിയുടെ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി കാണുമല്ലോ. മാർക്ക്, അത് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ നടത്തിയ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ സെലക്ട് ചെയ്തത്. എമിലിയുടെ ബ്ലഡുമായി ഒത്തുപോകുന്ന ബ്ലഡാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെയുള്ള 9 ആളുകളെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവരിപ്പോൾ എവിടെയുണ്ട്? മാർക്ക്, അവരിവിടെ ഈ ജിങ്ദു തന്നെ ഉണ്ട്. അവരുടെ അഡ്രസ് എന്താ? ഷിയ ഹാങ്റയ്ക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അയാൾ ആ 9 ആളുകളും താമസിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ മാർക്ക് ഫെല്ലർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ അമ്പരപ്പിക്കുന്ന ആ വാർത്ത ജനം ഒന്നാകെ അറിയുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ സെലക്ട് ചെയ്ത 9 ആളുകൾ ആ രാത്രിയിൽ ഒരു സോട്ട് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കറുത്ത വസ്ത്രധാരിയായ ഒരു സോട്ട്മാൻ ഒരു വാൾ ഉപയോഗിച്ച് അവരെ 9 പേരെയും അരിഞ്ഞു തള്ളിയിരിക്കുകയാണ്. ആ സംഭവം നടന്ന സ്ഥലം സന്ദർശിച്ച ആളുകൾക്കൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ ആകെ ഒരു വെട്ടക്കേ ഉള്ളൂ. ഒറ്റ വെട്ടിന് കഴുത്ത് അറ്റുപോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉടൽ തന്നെ അറ്റുപോയിരിക്കുകയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള പവർ ആ വാൾ ഉപയോഗിക്കുന്ന ആളുടെ കൈക്കുണ്ട്, അല്ലെങ്കിൽ ആ വാളിനുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ വെട്ടിന് ആ ബോഡി 2ആയി മുറിക്കപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടിരിക്കുന്ന ആ 9 പേരും പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. ഹാഫ് സ്റ്റെപ്പ് മാർക്വസിലേക്ക് അവർ കടക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ആ 9 ആളുകളെയും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അവരുടെ പുതിയ പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ആ 9 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ 9 പേരും പൈറോയിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലെ അനന്തര അവകാശികളുമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വൻ സ്ഫോടനം ഉണ്ടാക്കിയ വാർത്തയായി മാറി. ആൻസിസ്റ്റർ ഗുവാൻ, ആ പേര് സകല സ്ഥലത്തും ചർച്ചാ വിഷയമാവുകയാണ്. മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ ആളുകൾ ആ വിഷയം ചർച്ച ചെയ്തു തുടങ്ങി. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പുതിയ പ്രതിഭകളെ സൃഷ്ടിക്കാനായി ഉപയോഗിക്കുന്ന ആ ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന രക്തമാണ് വിഷയം എന്ന ശൈലിയിൽ വരെ ആളുകൾ ഉത്തരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ രക്തത്തെക്കുറിച്ചുള്ള ന്യൂസ് പതുക്കെ പതുക്കെ പുറത്തിറങ്ങുകയാണ്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ ന്യൂസ് അങ്ങ് പടർന്നു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ കയ്യിൽ ശരിക്കും അമൂല്യമായ ഒരു ബ്ലഡ് ലൈൻ ഉണ്ട്. ഏതോ അതിശക്തന്റെ തലമുറയിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്ന ഒരു രക്തമുള്ള വ്യക്തികളുടെ കൂട്ടങ്ങളോ ഇപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി കണക്റ്റഡ് ആയിട്ടുണ്ട്. അവരിൽ നിന്ന് ശേഖരിക്കുന്ന രക്തമാണ് പുതിയ പ്രതിഭകളെ സൃഷ്ടിക്കാനായി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഉപയോഗിക്കുന്നത്. വളരെ വളരെ നിർണായകമായ രഹസ്യങ്ങളാണ് ഇപ്പോൾ പതുക്കെ പതുക്കെ ലീക്ക് ഔട്ട് ആവുന്നത്. ഈ വാർത്തകൾ സ്വാഭാവികമായും പ്രസിഡന്റ് ക്യൂഷൻ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ഫെല്ലറുടെ സാന്നിധ്യത്തിൽ എമിലി ബ്ലാക്കിനെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പിടിച്ചുകൊണ്ടുപോയിട്ട് മാസം 7 കഴിഞ്ഞിരിക്കുകയാണ്. 7 മാസമായിട്ട് എമിലി ബ്ലാക്ക് തടവിലാണ്. ഈ 7 മാസങ്ങൾ കൊണ്ട് എത്രയെങ്കിലും ലിറ്റർ രക്തം എമിലി ബ്ലാക്കിന്റെ പുറത്തുനിന്ന് ഊറ്റിയെടുത്തുകയാണ്. അക്കാര്യം മാർക്കിന് ഉറപ്പാണ്. മാർക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഉറക്കെ പറഞ്ഞു പോവുകയാണ്, ഇനി ആരെങ്കിലും എമിലിയുടെ രക്തം ഉപയോഗിച്ചാൽ അവരെ ഞാൻ കൊല്ലും. എമിലിയുടെ രക്തം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വരെ മാർക്ക് ഫെല്ലർ കൊല്ലുമെന്നുള്ള കാര്യം മാർക്ക് ഫെല്ലർ ഷിയാങ് ഹാങ്ങിനോടും പറഞ്ഞിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ ഈ കഥകൾ പറയുമ്പോൾ
മാർക്കിന്റെ സുഹൃത്തു കൂടിയായ വിന്നി ഫാങ് അബോധാവസ്ഥയിലായിട്ട് ഏകദേശം 1 വർഷം ആകാറായിരിക്കുകയാണ്. വിന്നി ഫാങ് ഹെക്ടർ ടെങ്ങിന്റെ ആ മാന്ത്രിക പ്രയോഗത്താൽ നിശ്ചലയായതിനു ശേഷം കുറെ നാൾ മാർക്കിനൊപ്പം ചിൽഷറിലായിരുന്നു. അവിടെ നിന്ന് താനിഷയും നീൽ ഫ്ലെമിംഗും കൂടിയാണ് വിന്നി ഫാങ്ങിനെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയിൽ എത്തിച്ചത്. അവിടെ ഒരു രഹസ്യ മുറിയിൽ നിരന്തരമായ ചികിത്സയിലാണ് വിന്നി ഫാങ്. അതുപോലെ തന്നെ അവിടെ മറ്റൊരാളും ചികിത്സയിലാണ്. അത് സാക്ഷാൽ ജിയാങ് ബ്ലാക്ക് ആണ്. മാർക്കിനെ സഹായിച്ചിരുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ ശരിക്കും പരിതാപകരമാണെന്ന് അർത്ഥം. നീൽ ഫ്ലെമിംഗ് ആണെങ്കിൽ നാടുവിട്ട് പോയിരിക്കുകയാണ്. മാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ പ്രസിഡന്റ് മുറിയിലേക്ക് സാക്ഷാൽ ഷാൻഹായി കടന്നു വന്നു. ഷാൻഹായി കണ്ടതും പ്രസിഡന്റ് ക്യൂഷിനൻ ചാടി എണീറ്റ് അദ്ദേഹത്തെ വണങ്ങിയാണ്. വെൽക്കം ഷാൻഹായി, വെൽക്കം. ഇരിക്കും പ്രസിഡന്റ്. വളരെ കൂളായിട്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഷാൻഹായി പ്രസിഡന്റ് ക്യൂഷിനോട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ കഥകളൊക്കെ. നിങ്ങൾ എമിയുടെ രക്തം ഊറ്റിയെടുത്ത് ഒരുപാട് ആളുകളെ അങ്ങ് ജീനിയസ്കളാക്കാൻ ശ്രമിക്കുന്ന കാര്യം എനിക്കും മനസ്സിലാകുന്നുണ്ട്. ഷാൻഹായി, അത് പിന്നെ ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ. അതൊന്നും ആവട്ടെ, ആ രക്തം ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്കിന്റെയാണ്. അവൾ എന്റെ അനന്തരവളാണ്. അതുകൊണ്ട് തന്നെ ആ രക്തത്തിന് ഞങ്ങളുടെ ബ്ലാക്ക് കുടുംബത്തിനും അവകാശമുണ്ട്. ഷാൻഹായിയുടെ സ്റ്റേറ്റ്മെന്റ് അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അയാളുടെ അനന്തരവളുടെ ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുത്ത രക്തത്തിന് അയാൾ കൂടി അവകാശമുണ്ടെന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ ആ സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായിട്ടും ആ മുറിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ക്യൂഷിനിന്റെ സെക്രട്ടറി, ആ ചെറുപ്പക്കാരൻ കൗതുകത്തോടെയാണ് കേട്ടത്. അവന്റെ മുഖത്ത് ഒരു പുച്ഛം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു. അയാൾ ഷാൻഹായിയോട് പറഞ്ഞു, മിസ്റ്റർ ഷാൻഹായി, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ അനന്തരമുള്ള രക്തം നിങ്ങൾക്കൂടി വേണമെന്നാ പറയണത്. അവനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ഷാൻഹായി പ്രസിഡന്റ് ക്യൂഷിനോട് പറഞ്ഞു, പ്രസിഡന്റ് ക്യൂ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ആ രക്തം എൻ്റെ മകനുമായിട്ടും കൂടി ഒന്ന് പങ്കുവയ്ക്കണം. ജിനിയാവോ ബ്ലാക്ക് ജൂനിയേഴ്സിൽ നമ്പർ 1 ആണല്ലോ. അവന് എമിലി ബ്ലാക്കിന്റെ രക്തം കൊടുക്കണമെന്ന് ഷാൻഹായി പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ക്യൂഷിന്റെ സെക്രട്ടറി അറിയാതെ ചിരിച്ചു പോവുകയാണ്. അവനൊരു പ്രത്യേക കഥാപാത്രമാണ്. ഷാൻഹായിയെ കാണുമ്പോഴൊക്കെ അവനൊരു വല്ലാത്ത ഇറിറ്റേഷൻ വരും. ഷാൻഹായി അവനെ ശ്രദ്ധിക്കാതെ പ്രസിഡന്റ് ക്യൂഷിനോട് ചോദിച്ചു, എന്താ അത് പറ്റില്ലേ? പ്രസിഡന്റ്, അങ്ങ് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ അത് പറ്റില്ലെന്ന് ഞാനങ്ങനെ പറയും. ഉറപ്പായിട്ടും നമുക്കത് ചെയ്യാം. നാളെ തന്നെ ജിനിയാവോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞാൽ മതി. നാളെ തന്നെ നമുക്കത് ചെയ്യാം. അത് പറഞ്ഞതും ഷാൻഹായി ആ ചെറുപ്പക്കാരനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അതിവേഗം മുറിക്ക് പുറത്തേക്ക് പോയി. ഷാൻഹായി അവിടുന്ന് പോയി കഴിഞ്ഞതും പ്രസിഡന്റ് ക്യൂഷിന്റെ സെക്രട്ടറി അദ്ദേഹത്തോട് ചോദിച്ചു, പ്രസിഡന്റ്, അങ്ങെന്തിനാ അയാളെ വെറുതെ പേടിക്കുന്നത്? ഷാൻഹായി വന്നപ്പോ പ്രസിഡന്റ് ക്യൂഷിനൻ ചാടി എണീറ്റത് ആ സെക്രട്ടറി ശ്രദ്ധിച്ചതാണ്. അവൻ എണീറ്റതേ ഇല്ല. ഇടാ, നിനക്ക് അത് മനസ്സിലാവില്ല. പ്രസിഡന്റ്, അങ്ങ് എന്തായി പറയുന്നത്? നമ്മൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അല്ലേ? നമ്മളെന്തിനാ ഇവരെയൊക്കെ ഭയപ്പെടുന്നത്? നമ്മുടെ ശക്തിക്ക് മുന്നിൽ ഇവരാരും ഒന്നുമല്ലെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ? അതങ്ങനെ അല്ല. നമ്മൾ മാർഷൽ ആർട്സ് മേഖലയിൽ ശക്തർ തന്നെയാണ്. പക്ഷേ ഈ ബ്ലാക്ക് കുടുംബം, അവർ സമ്പത്തും വ്യവസായവും കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് മിലിറ്ററിയിലും ഗവൺമെൻറ്റിലും സമൂഹത്തിലും മറ്റെല്ലാ മേഖലകളിലും വൻ സ്വാധീനമുണ്ട്. അവരെപ്പോലുള്ള ആളുകളെ നമ്മൾ പിണക്കിയാൽ നമുക്ക് പ്രശ്നമുണ്ടാവും. പ്രസിഡന്റ് പറയുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതേടാ, അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് അത് മനസ്സിലാവില്ല. ഈ സമൂഹത്തിൽ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ വിചാരിക്കും കൈക്കരുത്താണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന്. അതൊന്നും അല്ല. കൈക്ക് ഒരു കരുത്തും ഇല്ലാത്തവനും വേണമെങ്കിൽ കൈക്കരുത്തുള്ള മുഴുവൻ ആളുകളെ നിയന്ത്രിക്കാൻ പറ്റും. അതാണ് ഈ സമൂഹത്തിന്റെ തട്ടുകൾ. ആ തട്ടിന്റെ മുകളിൽ കയറി ഇരിക്കുന്ന ആളുകളാണ് ഈ ബ്ലാക്ക് കുടുംബം. അവരെ നമ്മൾ ഭയന്നേ പറ്റൂ. പ്രസിഡന്റ് ക്യൂഷിനന് കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അന്ന് വൈകുന്നേരം സാക്ഷാൽ ഷിയ ഹാങ്ങിന്റെ വീട്ടിൽ മാർക്ക് ഫെല്ലർ വീണ്ടും എത്തി. ഷിയ ഹാങ്, ഇനി ആരെയാണ് നിങ്ങൾ എമിയുടെ രക്തം കൊടുക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്? ആ ചോദ്യം മാർക്ക് ഫെല്ലർ ചോദിക്കുമ്പോൾ ഷിയ ഹാങ്റയുടെ മനസ്സിൽ സാക്ഷാൽ ജിനിയാവോ ബ്ലാക്ക് ഉണ്ട്. ജിനിയാവോയുടെ പേര് മാർക്കിനോട് പറഞ്ഞാൽ മാർക്ക് ജിനിയാവോയെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അത് സംഭവിച്ചാൽ ശരിക്കും വിഷയമാവും. പൈറോയിലെ ഏറ്റവും ശക്തമായ കുടുംബമാണ് ബ്ലാക്ക് കുടുംബം. ആ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് വരേണ്ട ആളാണ് സാക്ഷാൽ ജിനിയാവോ ബ്ലാക്ക്. അവനെ കൊലപ്പെടുത്താൻ ജിങ്ദു മാർഷൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരാൾ
ഇടയായെന്ന് വന്നാൽ ഷിയ ഹാങ്റയുടെ ജീവിതം അവിടെ അവസാനിക്കും. ആൻസസ്റ്റർ ഗുവാനാണ് ഇപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളെ കൊല്ലുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ ആൻസസ്റ്റർ ഗുവാനോട് ജിനിയാവോയുടെ രഹസ്യം പങ്കുവെച്ചത് ഷിയ ഹാങ് ആണെന്ന് കണ്ടെത്താൻ അധിക സമയമൊന്നും ചിലപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് വേണ്ടി വരില്ല. ജിനിയാവോ ബ്ലാക്കിന് രക്തം കൈമാറുന്ന കാര്യം ഇപ്പോൾ അവിടെ അറിയാവുന്നത് ആകെ 3 ആളുകൾക്കാണ്. പ്രസിഡന്റ് ക്യൂ ഷിനും അദ്ദേഹത്തിന്റെ സെക്രട്ടറിക്കും പിന്നെ സാക്ഷൽ ഷിയ ഹാങ് റേക്കും. പിന്നീട് ഈ വിവരം അറിയാവുന്നത് ജിനാവോ ബ്ലാക്കിനും അവന്റെ പിതാവ് ഷാൻഹൈക്കുമാണ്. അവരെന്തായാലും ആ വിവരം ആൻസസ്റ്റർ ഗുവാനുമായി പങ്കുവയ്ക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഈ മൂവറിലേക്കും വരും. ഓട്ടോമാറ്റിക്കായിട്ട് ആ സംശയത്തിന് മുഴുവന് ഷിയ ഹാങ്റയിൽ വന്ന് തറയ്ക്കാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അതുമാത്രമല്ല, ജിനിയാവോ ബ്ലാക്കിനോട് വല്ലാത്തൊരു അടുപ്പം സൂക്ഷിക്കുന്ന ആളാണല്ലോ ഈ സാക്ഷാൽ ഷിയ ഹാങ്. ഷിയ ഹാങ് ആണ് അവന്റെ മെന്റർ. അതുകൊണ്ട് തന്നെ തന്റെ ശിഷ്യൻ മാർക്ക് ഫെൽഡറുടെ കൈയാൽ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഷിയ ഹാങ്ങിന് പറ്റില്ല. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഷിയ ഹാങ് മാർക്ക് ഫെൽഡറോട് പറഞ്ഞു, മാർക്ക്, ഇപ്പോ അവര് ഭയന്നിരിക്കുകയാണ്. ആൻസസ്റ്റർ ഗുവാൻ എമിലിയുടെ രക്തം സ്വീകരിക്കുന്ന എല്ലാവരെയും കൊല്ലുമെന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് രക്തം കൊടുക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. ഷിയ ഹാങ്റെ അത് പറഞ്ഞതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഓക്കെ, എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവിടെ നിന്ന് നേരെ എത്തിയത് മാർക്ക് താമസിക്കുന്ന വസതിയിലേക്കാണ്. അവിടെ ആ സമയത്ത് സാക്ഷാൽ മീശയുണ്ട്. മീശയെ കണ്ടപ്പോൾ മാർക്കിന് ഒത്തിരി സന്തോഷമായി. മാർക്ക് എന്നാലും മീശയോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എങ്ങനെയാ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത്? അത് പിന്നെ എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, അതൊക്കെ എൻ്റെ ഒരു ട്രേഡ് സീക്രട്ടാണ്. ആര് എവിടെ ഉണ്ടെങ്കിലും അയാളെ കണ്ടുപിടിക്കാൻ മീശയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് മീശ പറയുന്നത്. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്ത് കിടന്ന മാർക്കിനെ വരെ കൃത്യമായി കണ്ടെത്തി അവിടെ എത്തിയ ആളാണ് മീശ. മീശയ്ക്ക് ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. മീശ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മാർക്ക് മീശയോട് ചോദിച്ചു, അല്ല, ആ ഡെഡ് ബോഡികളെ പുനർജീവിപ്പിക്കാനുള്ള ടെക്നിക്കൊക്കെ ആയോ? മാർക്ക്, ഞാനത് തുടങ്ങണമെങ്കിൽ എനിക്ക് ആ വാള് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മാർക്ക്, അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. ഇന്നേക്ക് 3-ാം ദിവസം ലേലമാണ്. ആ ലേലത്തിൽ വാള് എന്തായാലും ഉണ്ടാവും. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. എന്താ മീശ? മാർക്ക്, നീ എങ്ങനെയാ ആ വാൾ അവിടുന്ന് സംഘടിപ്പിക്കാൻ പോകുന്നത്? എന്തായാലും ലേലത്തിൽ ആ വാള് പിടിക്കാൻ നിന്നെക്കൊണ്ട് പറ്റത്തില്ല. അവിടെ പണക്കാരുടെ വൻ നിര തന്നെ ഉണ്ടാവും. അവർ മുടക്കുന്ന പണം മുടക്കാൻ നമുക്കെന്തായാലും പറ്റില്ല. മീശ പറയുന്ന കാര്യം മാർക്കിന് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പണം മുടക്കി ആ ലേലത്തിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ മാർക്കിന് എന്തായാലും പറ്റില്ല. മാർക്കിൻ്റെ ഐഡന്റിറ്റി മാർക്കിന് വെളിവാക്കാനും പറ്റില്ല. മാർക്കിൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ മീശയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന വെച്ചാലും ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിയാൽ മാർക്ക് ജീവിച്ചിരിപ്പുള്ള കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താകും. അത് തൽക്കാലം വേണ്ട എന്ന് മാർക്ക് തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ വാള് കൊണ്ടുകൊടുത്താലേ മീശ ആ ഡെഡ് ബോഡികളെ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാർക്കിന് ആ വാള് കൊണ്ടുവന്നേ പറ്റൂ. മാർക്ക് എന്തായാലും അവിടെ പോകുമെന്നുള്ള കാര്യം നന്നായി അറിയാവുന്നതുകൊണ്ടാണ് മീശ അവിടെ വന്നതും മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്ക്, നിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. മാർഷൽ ആർട്സ് അസോസിയേഷൻ ഈ ലേലം നടത്തുന്ന ഹാള് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഹാളാണ്. വൻ സുരക്ഷ അവർ ആ ഹാളിന് ഒരുക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല അവിടെ കടന്നു കയറി എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അത് കേട്ടപ്പോൾ മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, അത് വിട്ടേക്ക്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ വാള് കൊണ്ടുതരാമെന്ന് പറഞ്ഞാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊരു ശ്രമം നടത്തും. മീശയും മാർക്കും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേ കാര്യം തന്നെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്തും ചർച്ച ചെയ്യുകയാണ്. പ്രസിഡന്റ് ക്യൂ ഷിനൻ ഒരു ടീമിനെ തന്നെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ ടീമിന് നേതൃത്വം കൊടുക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സാക്ഷാൽ ക്യാപ്റ്റൻ യാൻ ഗസ്മാനെയാണ്. യാൻ ഗസ്മാന്റെ വലത് കൈ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ് മാർക്ക് ഫെല്ലറുമായിട്ടുള്ള ആ ഏറ്റുമുട്ടലിൽ യാൻ ഗസ്മാന്റെ ആ കൈ നഷ്ടമായത്.
അയാളിപ്പോൾ ഒറ്റക്കൈനാണ്, എന്നാലും അയാൾ അതിശക്തനാണ്. ശക്തനായ മാർക്വിസാണ്. അയാൾക്കാണ് ലേലം നടക്കുന്ന ദിവസം അവിടെയുള്ള സുരക്ഷാ സംവിധാനത്തിന്റെ ചുമതല. ഞാൻ ഗസ്മാനോടായി പ്രസിഡന്റ് ക്യൂഷിന് പറഞ്ഞു, ഗസ്മാൻ, ചിലപ്പോ ആ ആൻസിസ്റ്റർ ഗുവാൻ അവിടെ എങ്ങനെ വന്നാലോ? പ്രസിഡന്റ്, അയാളെക്കുറിച്ചൊന്നും ആലോചിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും എന്നോടൊപ്പം ആളുകളും അവനെ പൂട്ടും, അക്കാര്യത്തിൽ പേടിക്കണ്ട. നേരത്തെ കൊല്ലപ്പെട്ട 3 ഗുവാൻ സഹോദരന്മാരെക്കാളും ശക്തരായ ആളുകൾ യാൻ ഗസ്മാനൊപ്പമുണ്ട്. യാൻ ഗസ്മാൻ വളരെ ആത്മവിശ്വാസത്തോടെ അങ്ങനെ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ക്യൂഷിനൻ സന്തോഷത്തോടെ യാൻ ഗസ്മാനോട് പറഞ്ഞു, ഓക്കെ, എന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഗസ്മാനെ ഏൽപ്പിക്കുകയാണ്. സകലതും ഭംഗിയായി നടക്കണം. ഒരുപാട് അതിഥികൾ വരുന്ന ദിവസമാണ്. അവരുടെ സുരക്ഷയും ഗസ്മാൻ നിന്റെ ചുമതലയിലാണ്. പ്രസിഡന്റ്, അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങ് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ ഭംഗിയായി കൈകാര്യം ചെയ്തോളാം. അങ്ങനെ ആ ദിവസം എത്തി. മാർക്ക് ഫെല്ലർ അതിരാവിലെ തന്നെ ഒരു കാറിൽ ആ ഓപ്ഷൻ നടക്കുന്ന വെന്യൂവിന് സമീപത്ത് വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി തന്നെ ഇരിക്കുകയാണ്. മാർക്ക് അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ അവിടെ അനവധി വണ്ടികളുണ്ട്. സകലതും പോഷ് വണ്ടികളാണ്. മാർക്ക് ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ വാഹനങ്ങളുടെ ഒരു ഒഴുക്ക് അവിടേക്ക് ഉണ്ടായി. അത് കണ്ടപ്പോഴാണ് മാർക്കിനെ അവിടെ നടക്കുന്ന ആ ലേലത്തിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാകുന്നത്. ന്യൂ സെലസ്റ്റിലെ സകല പ്രഭു കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകൾ അവിടേക്ക് ഒഴുകി വരികയാണ്. അടിപൊളി കാറുകളുടെ ഒരു വൻ നിര തന്നെയാണ് അവിടെ ഇപ്പോൾ വന്ന് പാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹാൻ കുടുംബത്തിൽ നിന്ന് ഹാൻ വിൽമൗണ്ടും അവന്റെ പിതാവ് ഷിമിങ്ങും ഒക്കെ എത്തിയിട്ടുണ്ട്. ഷാൻഹായുടെ കുടുംബത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഷാൻഹായുടെ അനുജൻ വിക്ടർ ബ്ലാക്ക് ആണ്. യാവോ കുടുംബത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത് യാവോ മെങ് ആണ്. ചു കുടുംബത്തിൽ നിന്ന് ചു സഹോദരന്മാർ 2 പേരുമുണ്ട്. ടെങ് കുടുംബത്തിൽ നിന്ന് ടെങ്ങിന്റെ മകനുണ്ട്. ന്യൂ സെലസ്റ്റിലെ ടെങ് കുടുംബവും സിസിറ്റിയിലെ ടെങ് കുടുംബവും ബന്ധുക്കളാണ്. ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത് ന്യൂ സെലസ്റ്റിലെ ടെങ് കുടുംബത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവനൊരു മാർക്വിസ് ആണ്. കോങ് കുടുംബത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന കോങ് യാനിക്കാണ്. സകല പ്രമുഖ കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ച് വാഹനങ്ങൾ വരുന്നതും അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി ആ വെന്യൂവിലേക്ക് നടക്കുന്നതും മാർക്ക് ഫെല്ലർ കാറിലിരുന്ന് അങ്ങനെ വീഴ്ചകൊണ്ടിരിക്കുകയാണ്. മാർക്ക് പൂർണ്ണമായും കറുത്ത വസ്ത്രം കൊണ്ട് ദേഹം മൂടിയിട്ടുണ്ട്. മുഖത്ത് കറുത്ത നിറത്തുള്ള ഒരു മാസ്കും ധരിച്ചിട്ടുണ്ട്. ഇടുപ്പിൽ നീണ്ട ഒരു ഉറയിലായി ആ വാളങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു വാൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന ആളിന്റെ സകല ലക്ഷണവും മാർക്കിൽ ഒറ്റ നോട്ടത്തിൽ കാണാം. മാർക്ക് അങ്ങനെ ആ കാറിൽ ഇരിക്കുമ്പോൾ മാർക്കിന് പരിചയമുള്ള ഒരു കാർ കൂടി വന്നു. ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് സാക്ഷാൽ പൗലിൻ മാസ്റ്ററും പിന്നെ താനിഷിയുമാണ്. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനിലുള്ള താനിഷി ഇപ്പോ പൗലിൻ മാസ്റ്ററുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. പൗലിൻ മാസ്റ്റർ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ താനിഷി കൂടി കൊണ്ടുപോകും. പൗലിൻ മാസ്റ്ററും താനിഷിയും കാറിൽ നിന്ന് ഇറങ്ങിയതും അവരും വെന്യൂവിനകത്തേക്ക് നടന്നു തുടങ്ങി. അവിടെ എത്തുന്ന ആളുകളൊക്കെ അതിവേഗം ആ ലേല ഹാളിനകത്തേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും മിസ്സാകരുതെന്ന് വരുന്ന ആളുകൾക്ക് നിർബന്ധമുണ്ടെന്ന് അവരുടെ ആ ധൃതി വിളിച്ചു പറയുന്നുണ്ട്. പൗലിൻ മാസ്റ്ററും താനിഷ്യം പോലും അതിവേഗം ആ വെന്യൂവിനകത്തേക്ക് നടന്നു. മാർക്ക് എങ്ങനെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. വെന്യൂവിനകത്തേക്ക് കിടന്ന പൗലിൻ മാസ്റ്ററും താനിഷ്യം ആ ഹാളിനകത്തേക്ക് നടക്കുമ്പോൾ പൗലിൻ മാസ്റ്ററെ കണ്ട ആളുകളൊക്കെ പൗലിൻ മാസ്റ്ററെ വിഷി തുടങ്ങി. പൗലിൻ മാസ്റ്ററെ ഒട്ടുമുക്കാൽ ആളുകൾക്കും അറിയാം. സകലരും ശരിക്കും സന്തോഷത്തോടെയും ബഹുമാനത്തോടു കൂടിയാണ് പൗലിൻ മാസ്റ്ററോട് ഇടപെടുന്നത്. പൗലിൻ മാസ്റ്റർ അവരെല്ലാം കണ്ട് വിഷ് ചെയ്ത് ഒരു സീറ്റിൽ വന്നിരുന്നു. തൊട്ടടുത്ത സീറ്റിൽ താനിഷിയാണ്. അവരങ്ങനെ ഇരുന്നതും പൗലിൻ മാസ്റ്ററെ ഇടതുവശത്തായിട്ട് ഒഴിഞ്ഞിടുന്ന സീറ്റിൽ സാക്ഷാൽ വിക്ടർ ബ്ലാക്ക് വന്നിരുന്നു. ഹലോ യുവാന, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. പൗലിൻ മാസ്റ്ററെ കണ്ടതും വിക്ടർ ബ്ലാക്ക് പരിചയം പുതുക്കാനായി പൗലിൻ മാസ്റ്റർ അടുത്ത് വന്നതാണ്. വിക്ടർ, ശരിയാ, വിക്ടറെ കണ്ടിട്ട് ഒരുപാട് നാളായി. വിക്ടർ അവസാനമായി പൗലിൻ മാസ്റ്റർ കാണുന്നത് മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിന്റെ കല്യാണം മുടക്കാനായി ബ്ലാക്ക് കുടുംബത്തിൽ എത്തിയ ദിവസമാണ്. യുവാന, നിങ്ങൾ ഞങ്ങളുടെ ബ്ലാക്ക് കുടുംബവുമായി എതിരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നല്ലേ? അതുകൊണ്ടായിരിക്കും നിങ്ങൾ മാർക്ക് ഫെല്ലറെ സപ്പോർട്ട് ചെയ്തത്. എനിക്കറിയാം അതിന്റെ കാരണമൊക്കെ. ഇപ്പോ മാർക്ക് ജീവിച്ചിരിപ്പില്ലല്ലോ, പിന്നെന്തിനാ ഇനി നമ്മളുമായിട്ടൊരു വഴക്ക്? നിങ്ങൾക്ക് ഞങ്ങളുമായി ഒന്ന് ചേർന്ന് മുന്നോട്ട് വയ്ക്കൂടെ?
വിക്ടർ, അതൊക്കെ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലുള്ള കുടുംബവുമായിട്ട് ടൈപ്പ് ചെയ്യുന്നത് ശരിയാണെന്നുള്ളൊരു ബോധം എനിക്ക് തീരെയില്ല. അല്ല, ഇവൻ എന്താ പറഞ്ഞേ? ഞങ്ങളുമായി ടൈപ്പ് ചെയ്യുന്നത് ശരിയല്ലെന്നാണോ പറയുന്നത്? അതെ, അനന്താ സംശയം? മിസ്റ്റർ യുവന, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ളൊരു കുടുംബത്തെ എതിർക്കുന്നത് അത്ര ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിക്ടർ, ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൻ്റെ എതിർപ്പിനെ നേരിടാൻ നിങ്ങളുടെ ബ്ലാക്ക് കുടുംബത്തിന് പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? വളരെ ഡയറക്റ്റാണ് ഇപ്പോൾ പൗലി മാസ്റ്റർ ചോദ്യം. ബ്ലാക്ക് കുടുംബത്തിന്റെ എതിർപ്പിനെ നേരിടാനുള്ള ശക്തി ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന് ഉണ്ടോ എന്നാണ് വിക്ടർ ചോദിച്ചത്. ആ ചോദ്യം തിരിച്ച് പൗലി മാസ്റ്റർ അതുപോലെ തന്നെ വിക്ടർ ചോദിക്കുകയാണ്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന്റെ എതിർപ്പിനെ നേരിടാനുള്ള ശക്തി ബ്ലാക്ക് കുടുംബത്തിനുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ വിക്ടർ ബ്ലാക്ക് ഒന്ന് ചിരിച്ചു. പൗലി മാസ്റ്റർ, നിങ്ങൾ ഒരു നടയ്ക്ക് പോകത്തില്ല. ഇതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം. അതെ വിക്ടർ, എനിക്കും അറിയാം എന്ത് വേണമെന്ന്. അങ്ങനെ യുവാന എന്ന പൗലി മാസ്റ്റർ തീർത്തു പറഞ്ഞതും വിക്ടർ ബ്ലാക്ക് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എണീറ്റു. അയാളുടെ സുഹൃത്തുക്കൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ഈ സമയത്ത് താനിഷി പൗലി മാസ്റ്റർ ചോദിച്ചു, പൗലി മാസ്റ്റർ, ഈ വിക്ടർ ബ്ലാക്ക് ശരിക്കും ശക്തനാണോ? താനിഷി, ഈ വിക്ടർ ശരിക്കൊരു സ്ട്രാറ്റജിസ്റ്റാണ്. ബ്ലാക്ക് കുടുംബത്തിൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജികൾ തീരുമാനിക്കുന്നത് വിക്ടറാണ്. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പൈറോയിൽ വിക്ടർ വെല്ലാൻ വേറെ ആരും ഇല്ലെന്നാണ്. ഇയാളുടെ സഹോദരനുണ്ട് തിമോത്തി. അവനാണ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ മിടുക്കൻ. ഇവരുടെ ആയുധ ഫാക്ടറികളും ഇവരുടെ മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല ടെക്നോളജി ബ്ലാക്ക് കുടുംബത്തിൻ്റെതാണ്. ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ തിമോത്തിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. തിമോത്തിയാണ് ആ എമർജിങ് ടെക്നോളജിയും കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയൊക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഇവരുടെ സഹോദരൻ അലോഷി അറിയാമല്ലോ, എമിലി ബ്ലാക്കിൻ്റെ അച്ഛൻ. അയാൾ നെഗോഷിയേഷൻ മിടുക്കനാണ്. അയാളാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഒരുപാട് സ്ഥാപനങ്ങളെ അയാൾ ഈ ബ്ലാക്ക് കുടുംബവുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അനുരഞ്ജനം വഴി ഒരു കാര്യം നടക്കുമെങ്കിൽ അലോഷി അത് നടത്തിയിരിക്കും. അതാണ് അലോഷിയുടെ മിടുക്ക്. പിന്നെ ഇവരുടെ 3 പേരുടെ സഹോദരൻ ബ്ലാക്ക് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ഷാൻഹായെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അയാൾ ശക്തനാണ്. അയാൾക്ക് ഈ ജിങ്ദു മാർഷൽ അസോസിയേഷനുമായിട്ടും മിലിറ്ററിയുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും ഒക്കെ വല്ലാത്ത ടൈപ്പാണ്. അയാളെ നമുക്ക് ഈ പൈറോയിലെ ഏറ്റവും പവർഫുള്ളായ വ്യക്തിയായിട്ട് വേണമെങ്കിൽ പറയാം. ബ്ലാക്ക് കുടുംബത്തിനെ എതിർക്കാൻ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൻ്റെ ഹെഡായ പൗലി മാസ്റ്റർ ധൈര്യം കാണിക്കുമ്പോഴും പൗലി മാസ്റ്റർക്ക് ബ്ലാക്ക് കുടുംബത്തിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് അവരുടെ ആ ഡയലോഗ് വിളിച്ചു പറയുകയാണ്. അത് മനസ്സിലാക്കിയ താനിഷി അവരോട് ചോദിച്ചു, പൗലി മാസ്റ്റർ, അപ്പോൾ ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കോ? താനിഷി, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും കൂട്ടിച്ചേർത്താൽ എന്ത് റിസൾട്ട് ലഭിക്കൂ അതാണ് സെബാസ്റ്റ്യൻ ബ്ലാക്ക്. അദ്ദേഹത്തിൻ്റെ 4 മക്കൾക്കും ഉള്ള ഗുണങ്ങളെല്ലാം കൂടി ചേർത്തെടുത്താൽ അത് സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഉണ്ടാവും. പൗലി മാസ്റ്റർ, അപ്പോൾ ഈ ഓൾഡ് മാസ്റ്റർ ഇപ്പോൾ എവിടെയാണ്? അതൊരു ചോദ്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല. തികച്ചും അപ്രത്യക്ഷമായിട്ടായിരിക്കും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയിലേക്ക് വരുന്നത്. അതുപോലെ അപ്രത്യക്ഷമായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അവസാനമായി സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന് വന്നത് മാർക്ക് ഫെല്ലറെ ഒന്ന് ഉപദേശിക്കാനാണ്. മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനെ രക്ഷിക്കാനായി ജിങ്ദു മാർഷൽ അസോസിയേഷനകത്തേക്ക് ഇരച്ചു കയറാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ മാർക്കിനെ ഉപദേശിച്ച് നേരെ നിർത്തിയത് അന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്കാണ്. എമിലിയെ അവർ പീഡിപ്പിച്ചാലും കൊല്ലില്ല എന്നുള്ള കാര്യം സെബാസ്റ്റ്യൻ ബ്ലാക്കാണ് മാർക്കിനെ ധരിപ്പിച്ചത്. അതോടുകൂടിയാണ് മാർക്കിൻ്റെ ആ ദേഷ്യം ഒന്ന് ശമിച്ചത് തന്നെ. ആ കാര്യം പൗലി മാസ്റ്റർക്ക് അറിയാം. താനിഷി സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ചിന്തകളൊക്കെയാണ് പൗലി മാസ്റ്റർ മനസ്സിലേക്ക് കടന്നു വന്നത്. പൗലി മാസ്റ്റർ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും സ്റ്റേജിൽ അനൗൺസ്മെന്റ് മുഴങ്ങി. വെൽക്കം
വളരെ മുഴക്കമുള്ള ആ ശബ്ദം കേട്ടതും സകലരുടെ ശ്രദ്ധ സ്റ്റേജിലേക്ക് വന്നു. സ്റ്റേജിൽ അതുവരെ കറുത്ത് നിന്ന ഭാഗം പെട്ടെന്ന് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ ഒരു പോഡിയമുണ്ട്. പോഡിയത്തിൻ്റെ തൊട്ടു പുറകിലായി ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അങ്ങനെ നിൽക്കുകയാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി, ഞാനാണ് ഇന്നത്തെ ലേല നടപടികൾ നിയന്ത്രിക്കുക. ഇന്നിവിടെ ലേലത്തിന് എത്തിയിരിക്കുന്നത് 32 ഇനങ്ങളാണ്. എല്ലാം ശരിക്കും അമൂല്യങ്ങളാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ ഞാൻ വലിച്ചു നിർത്തുന്നില്ല, ലേല നടപടിയിലേക്ക് കടക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആദ്യത്തെ ഐറ്റം അനൗൺസ് ചെയ്തു. ഒരു മനോഹരമായ ചിത്രമാണ് ആദ്യത്തെ ഐറ്റം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരയ്ക്കപ്പെട്ട ഒരു എണ്ണ ഛായാചിത്രം. ആ ഛായാചിത്രത്തിന് വേണ്ടി ശരിക്കും ഒരു നല്ല ലേലം തന്നെ അവിടെ നടന്നു. ഓരോ ഐറ്റമായിട്ട് അങ്ങനെ വരുന്നു, ലേലം നടക്കുകയാണ്. അങ്ങനെ ആ ലേല നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഹോസ്റ്റ് ഓഡിയൻസിനോടായി പറഞ്ഞു, ഇനി വരുന്നത് തികച്ചും അമൂല്യമായ ഒരു പാത്രമാണ്. ഈ ലോകത്ത് ഇത്തരത്തിൽ വേറെ ഒന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പില്ല. ഞങ്ങളുടെ അറിവിൽ ഇത്തരത്തിൽ ഒരു പാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞതും അവിടുത്തെ വലിയ സ്ക്രീനിൽ ഒരു പാത്രം പ്രത്യക്ഷപ്പെട്ടു. മഴവില്ലിൻ്റെ നിറമുള്ള ഒരു പാത്രം, ഒരു വലിയ പാത്രമാണ്. ആ പാത്രം പ്രത്യക്ഷപ്പെട്ടതും ഹോസ്റ്റ് ആളുകളോടായി പറഞ്ഞു, ഇത് ശരിക്കും അമൂല്യമായ ഒരു വെസലാണ്. ഇതിനകത്ത് മരുന്നുകൾ കൂട്ടിവെച്ചാൽ ആ മരുന്നിൻ്റെ മൂല്യം വർദ്ധിക്കും. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ വെസലിനകത്ത് വെക്കുന്ന മരുന്നിന് ഒരു കേടും ഉണ്ടാകില്ല. അതാണ് ഈ വെസലിൻ്റെ പ്രത്യേകത. ഈ വെസലിൽ വെച്ചിരിക്കുന്ന മരുന്ന് ഏത് രോഗിക്ക് കൊടുത്താലും ആ രോഗിയുടെ അസുഖം അതിവേഗം മാറും. തികച്ചും അമൂല്യങ്ങളായ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ മഴവിൽ നിറമുള്ള പാത്രം. ഈ വെസലിന്റെ ലേലം ആരംഭിക്കുകയാണ്. അതുവരെ നടന്ന ലേല നടപടികൾ കൗതുകത്തോടെ മാത്രമാണ് പൗലി മാസ്റ്റർ നോക്കിക്കണ്ടിരുന്നത്. ഓരോ ഐറ്റവും രംഗത്ത് വരുമ്പോൾ ഒരു പുഞ്ചിരി പൗലി മാസ്റ്റർ മുഖത്ത് വരും. പക്ഷെ ഇപ്പോൾ ആ പാത്രം രംഗത്ത് വന്നതും അവർ പെട്ടെന്ന് ഉഷാറായി. യഥാർത്ഥത്തിൽ മഴവിൽ നിറമുള്ള ആ പാത്രത്തിന് വേണ്ടിയാണ് പൗലി മാസ്റ്റർ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ വന്നത് തന്നെ. ലേലം ആരംഭിച്ചുടൻ ആളുകൾ തുരുതുര വിളി തുടങ്ങി. ബേസിക് പ്രൈസിൽ നിന്ന് അതിവേഗം അതിന് വാല്യൂ ഉയരുകയാണ്. പെട്ടെന്നാണ് അത് $1,00,000 എത്തിയത്. $1,00,000 നിന്ന് അതിവേഗം അത് $5,00,000 $1 മില്യൺ എത്തി. $1 മില്യൺ എത്തിയതും പൗലി മാസ്റ്റർ ഉറക്കെ പറഞ്ഞു, $1.5 മില്യൺ. പൗലി മാസ്റ്ററുടെ ശബ്ദം കേട്ടതും സകലരുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനൊക്കെ ഇഷ്ടമുള്ള, ബഹുമാനമുള്ള സാക്ഷാൽ പൗലി മാസ്റ്റർ $1.5 മില്യൺ വില പറഞ്ഞതും ആളുകൾ പരസ്പരം നോക്കി. അവിടെ ഇരിക്കുന്ന ആർക്കുള്ളതിനേക്കാളും ആവശ്യം ആ പാത്രത്തിന് ഉണ്ടാവുക പൗലി മാസ്റ്റർക്കാണ്. പൗലി മാസ്റ്ററുടെ അടുത്തേക്ക് ഇഷ്ടംപോലെ രോഗികൾ എത്തുന്നതാണ്. ആ രോഗികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു പാത്രമായിട്ട് അതിനെ ആർക്കും കാണാം. അത് മനസ്സിലാക്കിയ ആളുകൾ പെട്ടെന്ന് ലേലത്തിൽ നിന്ന് പിന്മാറി. ആ സമയത്താണ് മുഴക്കമുള്ളൊരു ശബ്ദം. $2 മില്യൺ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് സകലരുടെ ശ്രദ്ധ തിരിഞ്ഞതും എല്ലാവരും ചിരിച്ചുകൊണ്ട് ലേലത്തിൽ പങ്കെടുക്കുന്ന വിക്ടർ ബ്ലാക്കിനെയാണ് കണ്ടത്. $2 മില്യൺ പൗലി മാസ്റ്റർ വിട്ടുകൊടുക്കാതെ ഉറക്കെ വിളിച്ചതും വിക്ടർ വിളിച്ചു $3 മില്യൺ, $4 മില്യൺ, $5 മില്യൺ. രണ്ടുപേരും കട്ടക്കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതിമനോഹരമായ ആ മഴവിൽ നിറത്തിലുള്ള ആ പാത്രത്തിന്റെ മേലിൽ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയൻ മാസ്റ്ററും ബ്ലാക്ക് കുടുംബത്തിന്റെ വിക്ടർ ബ്ലാക്കും തമ്മിലുള്ള ആ ലേലവിളി അങ്ങനെ കൊഴുത്തതും പെട്ടെന്ന് വിക്ടർ ബ്ലാക്ക് ഉറക്കെ വിളിച്ചു $10 മില്യൺ. പൗലിയൻ മാസ്റ്റർ $6 മില്യൺ വിളിച്ചപ്പോഴാണ് വിക്ടർ ഒറ്റയടിക്ക് അത് 10 ആക്കിയത്. $10 മില്യൺ, ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന് താങ്ങാൻ കഴിയാത്ത ഒരു എമൗണ്ട് മനഃപൂർവ്വം വിക്ടർ ബ്ലാക്ക് അങ്ങ് വിളിച്ചതാണ്. വിക്ടറിന്റെ ആ വിളി ഒരു കാര്യം ഉറപ്പാക്കി, അയാള് അതും കൊണ്ടേ പോവും. ഒരു നിമിഷം ഒന്ന് സംശയിച്ച പൗലി മാസ്റ്റർ
രണ്ടും കൽപ്പിച്ച് ഉറക്കെ പറഞ്ഞു, $15 മില്യൺ പൗലി മാസ്റ്റർ വിട്ടുകൊടുക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമായതും വിക്ടർ ബ്ലാക്ക് ഉറക്കെ പറഞ്ഞു, 25 മില്യൺ, 30 മില്യൺ പൗലി മാസ്റ്റർ വിടുന്നില്ല, 40 മില്യൺ. വിക്ടർ ബ്ലാക്കിന്റെ ശബ്ദമാണ്. പൗലി മാസ്റ്ററും 10 മില്യണിനെ ഒറ്റയടിക്ക് കൂട്ടി. $50 മില്യൺ, $50 മില്യൺ വർത്താണോ ആ പാത്രമെന്ന് ആർക്കും ഒരു സംശയം സ്വാഭാവികമായും തോന്നും. എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിലും അതിനകത്തുള്ള മരുന്ന് കേടുകൂടാതിരിക്കുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനകത്ത് ഒഴിക്കപ്പെടുന്ന മരുന്നിന് വല്ലാത്ത പ്രവർത്തനശേഷി ഉണ്ടെന്നൊക്കെ ആ ഹോസ്റ്റ് പറയുകയും ചെയ്തു. പൗലി മാസ്റ്റർ ആ പാത്രത്തിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്ന ഒന്ന് അവരുടെ ആ ലേലം വിളിച്ചു പറയുകയാണ്. പക്ഷെ വിക്ടർ പണം കൊണ്ട് അമ്മാനമാടുന്ന കക്ഷിയാണ്. അയാൾക്കതൊന്നും ഒരു വിഷയമല്ലല്ലോ. അയാൾ ഉറക്കെ പറഞ്ഞു, $100 മില്യൺ, $100 മില്യൺ എന്ന് വിക്ടർ പറഞ്ഞതും ആ എൻ്റെ ഹാളിലും പൂർണ്ണ നിശബ്ദതയായി. പൗലി മാസ്റ്റർ ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു എന്ന് പറയാം. വിക്ടർ ഈ ശൈലിയിൽ വില കൂട്ടിക്കൊണ്ടു പോയാൽ ഒരു കാരണവശാലും വിക്ടറെ ആ ലേലത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം പൗലി മാസ്റ്റർക്ക് ആ നിമിഷത്തിലാണ് ഉറയ്ക്കുന്നത്. പൗലി മാസ്റ്റർ നിശബ്ദയായി ആ കസേരയിലേക്ക് ചാരിയിരുന്നു. പൗലി മാസ്റ്റർ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ചിരിച്ചുകൊണ്ട് വിക്ടർ ഉറക്കെ പറഞ്ഞു, ഏയ് പൗലി മാസ്റ്റർ, എന്താ നിർത്തിയത്? നല്ല രസം പിടിച്ചു വരികയായിരുന്നു. വിളിക്ക്. വിക്ടർക്ക് പൗലി മാസ്റ്ററെ കൊണ്ട് പിന്നെയും വിളിപ്പിക്കാൻ ഒരു ആഗ്രഹം. പക്ഷെ പൗലി മാസ്റ്റർ ഒരു അക്ഷരം പോലും മിണ്ടാതെ വെനുവിൽ കാണുന്ന ആ സ്ക്രീനിലേക്ക് തന്നെ വെറുതെ നോക്കിയിരുന്നു. ഹോസ്റ്റ് അല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ലേലം വിക്ടർ ബ്ലാക്കിന്റെ പേരിൽ ഉറപ്പിച്ചു. അവിടെ നടക്കുന്ന ലേലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഐറ്റത്തിന്റെയും ലേലം കഴിയുന്നതും ആ ലേലം വിളിക്കുന്ന ആള് ആ നിമിഷം തന്നെ സ്റ്റേജിലേക്ക് വരണം. സ്റ്റേജിൽ വന്ന് പണം ഹാൻഡ് ഓവർ ചെയ്യണം. പണം ഹാൻഡ് ഓവർ ചെയ്താൽ ആ നിമിഷം അയാളുടെ കയ്യിലേക്ക് ആ സാധനവും ഹാൻഡ് ഓവർ ചെയ്യും. പിന്നീട് ഒരു കൺഫ്യൂഷനും വരാതിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും ലേലം ആ ശൈലി ചെയ്യുന്നത്. പണം മുടക്കി ആളുടെ കയ്യിലേക്ക് ആ ഐറ്റം വന്നതിന് ശേഷമേ രണ്ടാമത്തെ ഐറ്റത്തെ സ്റ്റേജിലേക്ക് വിളിക്കൂ. വിക്ടർ ബ്ലാക്ക് ചിരിച്ചുകൊണ്ട് സ്റ്റേജിലെത്തി. സകലരും വിക്ടർ ബ്ലാക്കിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് അന്നത്തെ ലേലത്തിൽ $100 മില്യൺ ഒരു സാധനം വിറ്റുപോകുന്നത്. $1 ലക്ഷം താഴെ മാത്രം അടിസ്ഥാന വില നിശ്ചയിക്കപ്പെട്ട ഒരു പാത്രത്തിന്റെ വില വിളിച്ച് സങ്കല്പിക്കാനാവാത്ത നിലയിലേക്ക് വിക്ടർ എത്തിക്കുകയായിരുന്നു. $100 മില്യൺ എന്നും അയാൾക്കൊരു വിഷയമല്ല എന്ന മട്ടിലാണ് അയാളുടെ പെരുമാറ്റം. അയാൾ സ്റ്റേജിലെത്തി ചെക്കൊക്കെ ഒപ്പിട്ട് കൊടുത്തതും അകത്ത് നിന്ന് 2 പരിചാരകർ അതിമനോഹരമായി തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു പെട്ടിയുമായിട്ട് അങ്ങോട്ട് വന്നു. ഒരു ഗ്ലാസ് പെട്ടിയാണ്. ആ ഗ്ലാസ് പെട്ടിക്കകത്ത് നമുക്ക് കൃത്യമായിട്ടും മഴവില്ലിന്റെ നിറമുള്ള ആ വലിയ വെസൽ കാണാം. സ്ക്രീനിൽ കൂടി കാണുന്ന കാഴ്ചയൊന്നുമല്ല നേരിൽ കാണുമ്പോൾ ആരും അതൊന്ന് നോക്കിപ്പോകും. അത്ര മനോഹരമായ ആ വെസൽ വിക്ടർ ബ്ലാക്ക് കയ്യിൽ ഏറ്റുവാങ്ങുമ്പോൾ അയാളുടെ മുഖത്തും വല്ലാത്തൊരു പുഞ്ചിരി വിരിയുകയാണ്. അത് കയ്യിലേക്ക് ഏറ്റുവാങ്ങിയ അയാൾ ഉടൻ നോക്കിയത് സാക്ഷാൽ പൗലി മാസ്റ്ററെയാണ്. ഹേയ് യുവാന, നീ മോഹിച്ചെങ്കിലും നേടിയത് ഞാനാണ്. ഉറക്കെയുള്ള വിക്ടർ ബ്ലാക്കിന്റെ ആ ശബ്ദം സ്വാഭാവികമായിട്ടും പൗലി മാസ്റ്ററെ ഒന്ന് ചൊടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണെന്ന് വ്യക്തമാണ്. പക്ഷെ ആ നിമിഷത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി ആ ഹാളിന്റെ എൻട്രൻസിൽ ഒരു ശബ്ദം കേട്ടു. സകല ആളുകളും ഞെട്ടിത്തിരിഞ്ഞ് ആ എൻട്രൻസിലേക്ക് നോക്കുമ്പോൾ എൻട്രൻസ് മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ എൻട്രൻസിനകത്ത് ആ വാതിലിന്റെ ഒത്ത നടുക്കായി നല്ല ഒത്ത തടിയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അയാൾ പൂർണ്ണമായും കറുത്ത വസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട്. അയാളുടെ വസ്ത്രത്തിന്റെ ബാക്കി ഭാഗം തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഒരു കറുത്ത മാസ്ക് ധരിച്ചിട്ടുണ്ട്. അയാളുടെ വലതു ഭാഗത്തായി ഒരു വാളിന്റെ ഉറ കിടപ്പുണ്ട്. അതിൽ ഒരു വാളുണ്ട്. ആ മനുഷ്യന്റെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തുമായിട്ട് 2 സെക്യൂരിറ്റി ഗാർഡുകൾ വീണ് കിടപ്പുണ്ട്. ആ വാതിലിലൂടെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുന്ന ആൾക്കാർക്ക് ഒരു കാഴ്ച കൂടി ദൃശ്യമാണ്. പുറത്ത് അനവധി ആളുകൾ
തറയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പുറത്തുണ്ടായിരുന്ന മുഴുവൻ ഗാർഡുകളെയും തോൽപ്പിച്ചതിന് ശേഷമാണ് ആ കറുത്ത വസ്ത്രധാരി വാതിൽക്കൽ എത്തിയെന്ന് വ്യക്തം. ആ കാഴ്ച കണ്ട പൗലോസ് മാസ്റ്റർ അമ്പരപ്പോടെ ആ രൂപത്തിലേക്ക് ഇതിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഈ സമയത്ത് ആ ഹാളിനകത്തുള്ള സകല ആളുകളും വല്ലാത്തൊരു അതിശയത്തോടെ ആ രൂപത്തിൽ നോക്കുമ്പോൾ സഹോദരന്മാർ അടുത്തിരിക്കുന്ന യാവോട് പറഞ്ഞു, യാവോ, അതായിരിക്കും ആ ആൻസസ്റ്റർ ഗുവാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്ത ഉണ്ടാക്കിയ ഒരു പേരാണ് ആൻസസ്റ്റർ ഗുവാൻ്റെത്. ആൻസസ്റ്റർ ഗുവാൻ എന്ന പദപ്രയോഗം സഹോദരന്മാരിൽ ഒരാൾ നടത്തിയതും പെട്ടെന്ന് ആ പദപ്രയോഗം ആ എൻ്റയർ ഹാളിനകത്ത് ഒന്ന് പ്രതിധ്വനിക്കുകയാണ്. ആൻസസ്റ്റർ ഗുവാൻ, ആൻസസ്റ്റർ ഗുവാൻ. അങ്ങനെ ആളുകൾ ആ ഡയലോഗ് ആവർത്തിക്കുമ്പോൾ യുവാൻ ഷോയും യാവുമെങ്ങും വല്ലാത്തൊരു കൗതുകത്തോടെ ആ രൂപത്തെ നോക്കിയാണ്. അവരങ്ങനെ നോക്കുമ്പോൾ ഈ സമയത്ത് സ്റ്റേജിൽ നിൽക്കുന്ന വിക്ടർ ബ്ലാക്ക് അമ്പരപ്പോടെ ആ രൂപത്തെ നോക്കുന്ന അതേ സമയത്ത് സ്റ്റേജിലുള്ള ഹോസ്റ്റ് ഫെലിക്സ് ആ കറുത്ത രൂപത്തോട് പറഞ്ഞു, ഏയ്, നിങ്ങളെന്തായി കാണിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ ഹാളിനകത്തേക്ക് കയറിയത്? ആ ഷോ കണ്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥനായ ഫെലിക്സ് അങ്ങനെ പറഞ്ഞതും കറുത്ത വേഷധാരിയായ മാർക്ക് ഫെല്ലർ ആ ഓഡിയൻസിനിടയിലൂടെ ശരിക്കും പറക്കും പോലെ സ്റ്റേജിനെതിരെ നടന്നെടുക്കുകയാണ്. ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ മാന്ത്രിക സ്പെൽ ഉപയോഗിച്ചാണ് മാർക്ക് സ്റ്റേജിനെതിരെ അതിവേഗം മൂവ് ചെയ്തത്. മാർക്ക് 10 സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും മാർക്ക് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. മാർക്കിന്റെ വേഗത ശരിക്കും ഒരു ഞെട്ടൽ ആ ഹാളിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളിലും ഉണ്ടാക്കി. കറുത്ത രൂപം യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിൽ പറക്കും പോലെയാണ് ആളുകൾക്ക് തോന്നിയത്. ഞെട്ടിയുടെ കൂട്ടത്തിൽ സ്റ്റേജിൽ നിൽക്കുന്ന സാക്ഷാൽ ഹോസ്റ്റുമുണ്ട്. അമ്പരപ്പോടെ ഹോസ്റ്റ് ഫെലിക്സ് ആ കറുത്ത രൂപത്തിനെ നോക്കുന്നതും കറുത്ത രൂപം ഹോസ്റ്റോട് പറഞ്ഞു, ഏയ്, ഇന്നിവിടെ ലേലത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്ക്. നിങ്ങൾ എന്താ പറഞ്ഞേ? ഹോസ്റ്റ് അറിയാതെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പോകണം. അങ്ങനെ ഹോസ്റ്റ് ചോദിച്ചതും മാർക്ക് ഫെല്ലർ ഇടത് കൈകൊണ്ട് വിക്ടർ ബ്ലാക്കിന്റെ കയ്യിലിരിക്കുന്ന ആ പെട്ടി വലിച്ചിങ്ങെടുത്തു. വിക്ടർ ബ്ലാക്ക് ആ സ്റ്റേജിലെത്തിയ കറുത്ത രൂപത്തെ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് ശരിക്കും മാർക്ക് ഫെല്ലർ ആ പെട്ടി അങ്ങ് വലിച്ചെടുത്തത്. തന്റെ കയ്യിരിക്കുന്ന ആ പെട്ടി വലിച്ചെടുത്തത് കണ്ടതും വിക്ടർ ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ മിസ്റ്റർ, പ്ലീസ് പ്ലീസ്, ഞാനത് ലേലം വിളിച്ചെടുത്താണ്, ഞാൻ അതിന്റെ പണം മുഴുവൻ കൊടുത്താണ്. അതിന് മാർക്ക് ഫെല്ലർ നല്ല മുഴക്കമുള്ള ശബ്ദത്തിൽ വിക്ടർ ബ്ലാക്കിനോട് അങ്ങനെ ചോദിച്ചതും വിക്ടർ ബ്ലാക്ക് പറഞ്ഞു, ആൻസസ്റ്റർ ഗുവാൻ, പ്ലീസ് പ്ലീസ്, ദയവായി അത് എടുക്കരുത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പണം കൊടുത്താണെന്ന്. ആൻസസ്റ്റർ ഗുവാൻ എന്ന് വിളിക്കപ്പെട്ട മാർക്ക് ഫെല്ലർ പെട്ടെന്ന് വലത് കൈ ഒന്ന് വീശിയതും വിക്ടർ ബ്ലാക്ക് ആ സ്റ്റേജിൽ നിന്ന് ഏതാണ്ട് പറക്കുകയായിരുന്നു. മാർക്ക് ഫെല്ലറുടെ വലത് കൈ വിക്ടറുടെ കവിളിൽ പതിഞ്ഞതും വിക്ടർ ആ സ്റ്റേജിൽ നിന്ന് തെറിച്ച് ഓഡിയൻസ് ഇടയിലേക്ക് വന്ന് വീണു. ശരിക്കും അയാളെ പന്ത് തട്ടുമ്പോൾ മാർക്കിങ് തട്ടിയെന്ന് പറയാം. തെറിച്ച് പോകുന്ന വഴിക്ക് അയാളുടെ വായിൽ നിന്ന് രക്തം തെറിക്കുന്നത് ആൾക്ക് കാണാം. വിക്ടറെ മാർക്ക് നോക്കി വെച്ചിട്ട് കുറെ ദിവസമായി. അയാളുടെ സഹോദരന്റെ മകളാണ് എമിലി ബ്ലാക്ക്. ആ എമിലി ബ്ലാക്കിന്റെ രക്തം ഊറ്റിയെടുത്ത് ജിങ്ദു മാർഷൽ അസോസിയേഷൻ പുതിയ പ്രതിഫലം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച അയാൾ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും അതിൽ പ്രതികരിക്കാതെ ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന വിക്ടറിന് അടിയുടെ ആവശ്യമുണ്ടെന്ന് മാർക്കിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കിട്ടിയ അവസരത്തിൽ മാർക്ക് ഒന്ന് പറ്റിച്ചത്. ഇപ്പോ ഹോസ്റ്റ് ഒന്ന് വിരണ്ടെന്ന് പറയാം. ഹോസ്റ്റ് ലേശം അമ്പരപ്പോടെ ഓഡിയൻസിനിടയിലേക്ക് വീണ വിക്ടർ ബ്ലാക്കിനെയും സ്റ്റേജിൽ നിൽക്കുന്ന ആ കറുത്ത വസ്ത്രധാരിയെ ഒന്ന് നോക്കി. ആദ്യം അവനൊന്ന് അമ്പരന്നെങ്കിലും അടുത്ത നിമിഷത്തിൽ അവൻ ലേശം ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് കറുത്ത വസ്ത്രധാരിയോട് പറഞ്ഞു, ഹേയ്, ഇത് ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ മീറ്റിംഗ് ഹാളാണ്. ഇവിടെ നിങ്ങളുടെ കൈവൂക്ക് കാണിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെലിക്സ് ആ വാചകം പറഞ്ഞത്. ഫെലിക്സ് പറഞ്ഞ വാചകം കേട്ടതും മാർക്ക് ഫെല്ലർ അയാളുടെ കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ മാർക്ക് അയാളുടെ ഇടുപ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന വാള് ആ ഉറയിൽ നിന്ന് പറന്ന് മാർക്കിന്റെ കയ്യിലേക്ക് വന്നു. ആ കാഴ്ച ആ എൻ്റയർ ഓഡിയൻസിനെയും വല്ലാതെ അതിശയപ്പെടുത്തുകയാണ്. വാളിന്റെ ഉറ തുറന്ന് വാൾ എടുക്കുന്നതിന് പകരം കൈയൊന്ന് ഉയർത്തിയതേ ഉള്ളൂ.
ഓട്ടോമാറ്റിക്കായിട്ട് കയ്യിലേക്ക് ആ വാളങ്ങ് വരികയാണ്. മാർക്ക് ആ വാള് ഫെലിക്സിന് നേരെ എടുത്തുനിന്ന് ചൂണ്ടി. ശരിക്കും ഇപ്പോൾ ഫെലിക്സ് വിറച്ചു തുടങ്ങി. ഒരു ഭയം അതിൽ ദൃശ്യമാണ്. ആ നിമിഷത്തിലാണ് മുഴക്കമുള്ളൊരു ശബ്ദം സ്റ്റേജിന്റെ പുറകിൽ നിന്ന് കേൾക്കുന്നത്. ഹേയ് ആൻസസ് ഗുവാൻ, നിങ്ങളുടെ ഈ ധൈര്യം സമ്മതിച്ചു തരാതെ നിർവാഹമില്ല. നിങ്ങളുടെ ഈ ധൈര്യത്തെ ഞാൻ അനുമോദിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു ഒറ്റക്കയ്യൻ അകത്തേക്ക് നടന്നു വന്നു. അയാളുടെ വലതു കൈ ഇരിക്കുന്ന ഭാഗത്ത് ഇപ്പൊ ശരിക്കും ഷർട്ടിന്റെ കൈ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു ഫുൾ കൈ ഷർട്ട് എന്ന് പറയാം. ഇടത് കൈ മാർക്ക് ഫെല്ലർക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ പറഞ്ഞു, ഏയ് ആൻസസ് ഗുവാൻ, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. അങ്ങനെ ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ പറയുമ്പോൾ അയാളുടെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 ആളുകളൂടെ ഉണ്ട്. 3 പേരുടെയും വേഷം കറുത്ത ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ ആ കറുത്ത ഡ്രസ്സിൽ സുവർണ നിറത്തിലുള്ള വരകളുണ്ട്. ബ്ലാക്ക് ഗോൾഡ് റോബ് എന്നാണ് ഇതിനെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ വിളിക്കുക. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ആദ്യത്തെ ഗ്രേഡ് ആളുകൾ ഉപയോഗിക്കുക വെള്ള നിറത്തുള്ള ഡ്രസ്സാണ്. അതിന് മുകളിലുള്ള ആളുകളാണ് ബ്ലാക്ക് ഗോൾഡ് റോബ്സ് ഉപയോഗിക്കുക. കറുത്ത ഡ്രസ്സിൽ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന സുവർണ വരകളാണ് ആ ഡ്രസ്സിന്റെ പ്രത്യേകത. ആ ഡ്രസ്സ് ധരിക്കണമെങ്കിൽ മിനിമം മാർക്കസ് ലെവലിൽ ഒരു 4th ലെവലെങ്കിലും അവരാകണം. അതുകൊണ്ട് തന്നെ ആ കാര്യം വ്യക്തമാണ്. ആ വന്നു നിൽക്കുന്ന 3 ആളുകളും മിനിമം മാർക്കസ് ലെവൽ 4 ആണ്. മാർക്കസ് ലെവൽ 4ലുള്ള 3 ആളുകൾ ആ സ്റ്റേജിൽ അങ്ങനെ നിരന്നതും മാർക്ക് ഫെല്ലർ അവരെ ഒന്ന് നോക്കി. ശരിക്കും ശക്തരായ 3 എതിരാളികൾ ഇതാ തനിക്കെതിരെ വന്നിരിക്കുകയാണ്. മാർക്ക് അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും അവർ 3 ഒന്നിച്ച് അവരെ ഇടത് കൈ മുന്നോട്ടാക്കി. യാൻ ഗസ്മാന്റെ ഇടത് കൈയും ആ 2 മാർക്കസുകളുടെ ഇടത് കൈയും ഒരുമിച്ച് മുന്നോട്ട് വന്നതും അതിശക്തമായൊരു പ്രഷർ അവർക്കും മാർക്കിനും ഇടയിലുണ്ടായി. ശരിക്കും ഒരു കാറ്റ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ചുറ്റുമുള്ള വായുവിനെ വലിച്ചെടുത്ത് ഒരു വലിയ ഫോഴ്സാക്കി മാറ്റി. ആ ഫോഴ്സ് ഒന്നിച്ച് ആ 3 ചേർന്ന് മാർക്കിനെതിരെ പ്രയോഗിച്ചതാണ്. അതിശക്തമായ ഒരു പമ്പിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരുമ്പോൾ ആ കാറ്റ് മാർക്കിന്റെ പുറത്തടിച്ചതും മാർക്ക് ആ സ്റ്റേജിൽ നിന്ന് പുറകോട്ടങ്ങ് തെറിച്ചു. ശരിക്കും മാർക്ക് ഫെല്ലർ ആ സ്റ്റേജിൽ നിന്ന് പറന്നങ്ങ് ഓഡിയൻസിന്റെ ഇടയിലേക്ക് വന്ന് വീഴുകയായിരുന്നു. മാർക്ക് ഫെല്ലർ സ്റ്റേജിൽ നിന്ന് ആകാശത്തിലൂടെ അങ്ങനെ പറന്നു പോകുന്ന കാഴ്ച ആളുകൾ ശരിക്കും കൗതുകത്തോട് തന്നെ അങ്ങനെ കാണുകയാണ്. 3 4th ലെവൽ മാർക്കസുകൾ ഒന്നിച്ച് ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വൻ സംഭവമാണ്. ആദ്യമായിട്ടാണ് അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് 3 4th ലെവൽ മാർക്കസുകൾ ഒന്നിച്ച് ചേർന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന കാണുന്നത്. ഓഡിയൻസിന്റെ ഇടയിലേക്ക് വന്നു വീണ മാർക്ക് താഴെ വീഴുമ്പോൾ കാലുകൾ തറയിൽ ഉറപ്പിച്ചിരുന്നു. ഇപ്പോ മാർക്ക് ഫെല്ലർ ഓഡിയൻസിന്റെ ഇടയിൽ ആ ഹാളിലേക്കുള്ള വഴിയിൽ അങ്ങനെ നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ വഴിയിൽ അങ്ങനെ എണീറ്റ് നിന്നതും സ്റ്റേജിൽ നിൽക്കുന്ന യാൻ ഗസ്മാൻ ഉറക്കെ പറഞ്ഞു, ഏയ് ആൻസസ് ഗുവാൻ, ഇപ്പോ ഈ ജിങ്ദു മാർഷൽ അസോസിയേഷൻ എന്താണെന്ന് മനസ്സിലായി കാണും അല്ലേ? കളിക്കുന്നത് ശരിക്കും കളമറിഞ്ഞു വേണം. നീ ഇതുവരെ കളിച്ചത് കളി പഠിച്ചു തുടങ്ങിയ കൊച്ചു പിള്ളേരുടെ അടുത്താണ്. കളി പഠിച്ച ഗുരുക്കന്മാരുടെ അടുത്ത് നീ വരുമ്പോ നീ കളി അറിയും. മിസ് ആൻസസ് ഗുവാൻ, ഇന്ന് നിന്റെ അവസാനമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് യാൻ ഗസ്മാൻ കൈയൊന്ന് അനക്കിയതും ആ എൻട്രൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് അടഞ്ഞു. ശരിക്കും ഒരു പവർഫുൾ ഫോഴ്സ് അയാളുടെ കയ്യിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെട്ടതാണ്. അയാള് ആ വെന്യൂ അങ്ങ് സീൽ ചെയ്തു. എൻ്റെ ഓഡിയൻസും വല്ലാത്ത ടെൻഷനിലാണ്. ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് സകലർക്കും അറിയാം. യാവോ മെങ്ങും കോങ്ങും യുവാൻ ഷോയും ചൂ സഹോദരന്മാരും ടെങ്ങും ഹാൻസ് വിൽമൗണ്ടും യോദ്ധാക്കളാണ്. അവർക്ക് ഈ കാഴ്ച വല്ലാത്തൊരു ആവേശമുണ്ടാക്കുകയാണ്. അതേ സമയത്ത് പൗലെ മാസ്റ്റർ മുഖത്ത് വല്ലാത്തൊരു കൗതുകം. അവർ ആ ഓഡിയൻസിന്റെ ഇടയിലുള്ള ആ വഴിയിൽ നിശബ്ദമായി നിൽക്കുന്ന ആ കറുത്ത രൂപത്തിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ കറുത്ത രൂപത്തിനെ എവിടെയോ കണ്ട ഒരു പരിചയം പൗല മാസ്റ്റർക്കുണ്ട്. ആരാണ് എന്താണ് എന്നൊന്നും പൗല മാസ്റ്റർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു ഫെമിലിയാരിറ്റി, ഒരു പരിചയം ആ രൂപത്തിന്റെ ബോഡി ലാംഗ്വേജിലുണ്ട്. പൗല മാസ്റ്റർ വളരെ ശ്രദ്ധിച്ച്
ആ രൂപത്തെ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് മാർക്കിന്റെ വലത് കൈ ഒന്ന് ഉയർത്തി. മാർക്കിന്റെ വലത് കൈ എങ്ങനെ ഉയരുമ്പോൾ വലത് കൈയിലെ ആ വാള് ശരിക്കും എല്ലാവർക്കും കാണാം. ഒരു ടാബ്ലോയുടെ ആക്ഷന്റെ ശൈലിയിൽ വളരെ സാവധാനത്തിലാണ് മാർക്ക് ആ വാൾ ഉയർത്തിയത്. ഇവൻ ഒരു വാൾ ഫൈറ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആളുകൾ ചിന്തിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ തൻ്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി ആ വാളിലേക്ക് ചാനലൈസ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിലെ വാള് ഒന്ന് തിളങ്ങി തുടങ്ങി. ഓഡിയൻസും സ്റ്റേജിലെ യാൻ ഗസ്മാനും കൂട്ടരും ഒക്കെ ആ ഓഡിയൻസിന്റെ നടുക്ക് നിൽക്കുന്ന ആ കറുത്ത രൂപത്തിന്റെ കയ്യിലെ വാള് തിളങ്ങുന്നത് വ്യക്തമായി കാണുന്നുണ്ട്. എല്ലാവരും കൗതുകത്തോടെ ആ കാഴ്ചയിലേക്ക് അങ്ങ് നോക്കുമ്പോൾ ആ വാളിലെ പ്രകാശം പതുക്കെ പതുക്കെ വലുതായി തുടങ്ങി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ പെട്ടെന്നാണ് ആ വാളിന്റെ പ്രകാശം ഏകദേശം 40 അടി നീളത്തിലേക്ക് അതിവേഗം കുതിച്ചു പായുന്നത്. ആ കറുത്ത രൂപത്തിന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ ആ സോഡ് ലൈറ്റ് 40 അടി നീളത്തിൽ വീണപ്പോൾ ആ കറുത്ത രൂപം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ പ്രകാശം ഏതാണ്ട് സ്റ്റേജ് വരെ എത്തിയിരിക്കുകയാണ്. സ്റ്റേജിൽ ആ പ്രകാശം തൊട്ട് നിൽക്കുകയാണ്. അത്രയും ദൂരത്തേക്ക് സോഡ് ലൈറ്റ് തെളിയിക്കപ്പെടുന്നത് അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത ആളുകളാണ് അവിടെയുള്ള ഓഡിയൻസിൽ ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു അമ്പരപ്പുണ്ട്. മാർഷൽ ആർട്സ് ഫോറത്തിലെ കമന്റുകൾ വായിച്ചിട്ടുള്ള ആളുകൾ അതിനകത്ത് കുറെ പേരുണ്ട്. അതിനകത്ത് അവരും വായിച്ചിരുന്നു, ഗുവാൻ സഹോദരന്മാരെ കൊന്ന സമയത്ത് ആൻസിസ്റ്റർ ഗുവാൻ ശരിക്കും സോഡ് ലൈറ്റ് ഉപയോഗിച്ചിരുന്നു. ആ സോഡ് ലൈറ്റിന് ശരിക്കും നീളം ഉണ്ടായിരുന്നു എന്നൊക്കെ ദൃക്സാക്ഷികൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ദൃക്സാക്ഷികൾ പറഞ്ഞ കാര്യം ഇതാ, അവർക്കൊക്കെ കാണാനൊരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ശരിക്കും സകലരും ആ സോഡ് ലൈറ്റിലേക്കും ഓഡിയൻസിന്റെ ഇടയിൽ നിൽക്കുന്ന ആ കറുത്ത മുഖംമൂടി ധരിച്ച മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് ചാടി അങ്ങ് ഉയർന്നു. ആ ഹാളിന്റെ മുകളിലേക്ക് ചാടി ഉയർന്ന മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ വാള് ആകാശത്ത് നിന്ന് താഴേക്കൊന്ന് ആഞ്ഞു വീശുമ്പോൾ ആ പ്രകാശം അതിശക്തമായിട്ട് ആ സ്റ്റേജിന്റെ നടുക്കൊന്ന് പതിച്ചു. അമ്പരപ്പിക്കുന്ന വേഗതയിൽ സ്റ്റേജിന് നടുക്കൂടി ആ പ്രകാശം അങ്ങനെ പതിച്ചതും ആ പ്രകാശം ആ സ്റ്റേജിനെ രണ്ടായി മുറിച്ചു. ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച, അൺബിലീവബിൾ ആയിട്ടുള്ള പവർ ആ പ്രകാശത്തിനുണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. സ്വാഭാവികമായിട്ടും സ്റ്റേജിൽ നിൽക്കുന്ന ഹോസ്റ്റും അതുപോലെ യാൻ ഗസ്മാനൊപ്പമുള്ള ആ മാർക്കസുകളും ഈ കാഴ്ചയിൽ ഒന്ന് നടുങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു മാജിക്കൽ ആക്ടിവിറ്റി ആ വാൾ ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ് ആ മുഖംമൂടി എന്ന് മാത്രമാണ് യാൻ ഗസ്മാനും കൂടുതലുള്ള മാർക്കസുകളും ധരിച്ചത്. പക്ഷെ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു പവറാണ് ആ വാൾ ഉപയോഗിച്ച ആ മാസ്ക് ധാരി ആ സ്റ്റേജിൽ ആ നിമിഷം കാണിച്ചത്. എന്നൊരു സൗണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ആ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നുണ്ടായത്. അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. സ്റ്റേജ് കൃത്യം രണ്ടായി മുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ആ മുറിക്കപ്പെട്ട സ്റ്റേജിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഹോസ്റ്റ് ഭയന്ന് അറിയാതെ പോടിയിട്ട് പിടിച്ചു പോവുകയാണ്. പക്ഷെ ഈ നിമിഷത്തിൽ യാൻ ഗസ്മാൻ അയാളുടെ കൂടെയുള്ള മാർക്കസുകൾ പറഞ്ഞു, അറ്റാക്ക്. യാൻ ഗസ്മാന്റെ ഉത്തരവ് കിട്ടിയതും ഗസ്മാന്റെ ഇടതും വലതും നിൽക്കുന്ന ആ മാർക്കസുകൾ അതിവേഗം മുന്നോട്ട് കുതിച്ചു. സ്റ്റേജിൽ നിന്ന് ലൈറ്റനിങ് വേഗതയിൽ ഓഡിയൻസിന്റെ ഇടയിലേക്ക് കുതിക്കുകയായിരുന്നു ആ രണ്ട് മാർക്കസുകളും. രണ്ടുപേരും മുന്നോട്ട് കുതിക്കുമ്പോൾ രണ്ടുപേരുടെയും കൈകളിൽ നിന്ന് മാജിക്കൽ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ 4 കൈകളും ഒന്നിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആ കൈകളുടെ മുന്നിലായി പ്രകാശത്തിന്റെ വലയങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. 4 വലയങ്ങൾ. ആ 4 വലയങ്ങളും മാർക്ക് ഫെല്ലർ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് കുതിച്ചു വരുന്ന ആ മാർക്കസുകൾ നിയന്ത്രിക്കുന്ന ആ 4 പ്രകാശ വലയങ്ങൾ അതിവേഗം കൂടിക്കിടർന്ന് ഒരു കൂറ്റൻ പ്രകാശ വലയമായി മാറി. ആ പ്രകാശ വലയം മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വന്നതും തറയിലേക്ക് താഴെ എത്തിയിരുന്ന മാർക്ക് ഫെല്ലർ തന്റെ കയ്യിലെ വാളുമായി ഒന്നുകൂടെ ജമ്പ് ചെയ്തു. 9 ഡിവൈൻ സ്ലാഷസ് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വെട്ട്. അയാളെന്തോ ഒരു മാന്ത്രിക സ്പെല്ല് ആക്ടിവേഷൻ ചെയ്തതാണെന്ന് അയാളുടെ ആ ശബ്ദം വിളിച്ചു പറയുന്നുണ്ട്. ഇതേ ശൈലിയിൽ ആ മാർക്കസുകളും എന്തോ മന്ത്രം പറഞ്ഞുകൊണ്ടാണ് ആ കൈ മുന്നോട്ടാക്കിയത്. ആ സമയത്താണ് അവരുടെ മുന്നിൽ ഒരു പ്രകാശവലയം ഉണ്ടായതും ആ പ്രകാശവലയം
ആ അജ്ഞാത രൂപത്തിന് നേരെ പാഞ്ഞു വന്നത്. ആ അജ്ഞാത രൂപത്തിന്റെ ശബ്ദം ഉറക്കെ കേട്ടതും ഒരു ഫ്ലാഷ് അവിടെ മിന്നി. ആകാശത്തേക്ക് ചാടി ഉയർന്ന മാർക്ക് ഫെല്ലറുടെ വാള് ഒന്ന് ചലിച്ചത് എല്ലാവരും കണ്ടു. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആളുകൾ അറിയാതെ തലയെ കൈവച്ച് പോവുകയാണ്. ഇടത്തുനിന്ന് വലത്തോട്ട് ആ പ്രകാശം കടന്നു പോകുന്നത് സകലരും കണ്ടു. പക്ഷെ അവരെല്ലാവരും അറിയാതെ തലയെ കൈവച്ചു പോയതും മുഖം പൊത്തിപ്പിടിച്ചു പോയതും അമ്പരപ്പടി ചാടി എണീറ്റതും ഒക്കെ മറ്റൊരു കാര്യം കൊണ്ടാണ്. മുന്നോട്ട് കുതിച്ചിരുന്ന ആ 2 മാർക്വിസുകളുടെ തല അവരെ കഴുത്തിൽ നിന്ന് അറ്റുപോയി. ഞെട്ടിപ്പിക്കുന്നതാണ് ആ കാഴ്ച. ആ മാർക്വിസുകൾക്ക് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിന് ഇടയിൽ നിൽക്കുന്ന ആ കറുത്ത രൂപത്തിനടുത്തേക്ക് അവർ ജമ്പ് ചെയ്താണ്. അവർ രണ്ടുപേരും തറയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് അവരുടെ സ്വന്തം തലകളാണ്. അവരുടെ ബോഡി മാത്രമാണ് തറയിൽ ലാൻഡ് ചെയ്തത്. തലകൾ ശരിക്കും തെറിക്കുകയായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന രംഗം മുഴുവൻ ആളുകളും എണീറ്റ് നിന്നാ കണ്ടത്. ഈ നിമിഷത്തിൽ ഓഡിയൻസിനിടയിലൂടെ യാൻ ഗസ്മാൻ ഒരൊറ്റ ഓട്ടം. ശരിക്കും തറയിൽ വീഴുന്ന ആ മാർക്വിസുകളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഗസ്മാൻ ആ മാസ്ക് ധരിയെ നേരിടുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അതിനു പകരം അവർ കണ്ടത് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ്. ആ ഹാളിലെ വാതിൽ തുറന്ന് ഗസ്മാൻ ഒരൊറ്റ ഓട്ടം. ഓടുന്നതിനിടയിൽ അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ കൂടുതൽ ആളെ എത്തിക്കാം. അകത്തുള്ള ആ മാസ്ക് ധരിയെ നേരിടാനുള്ള ആളുകളെ അയാൾ അവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. ഇപ്പോ ആ ഹാളിനകം പൂർണ്ണമായും നിശബ്ദതയിലാണ്. 4th ലെവൽ മാർക്വിസുകളായിട്ടുള്ള 2 ആളുകൾ ഈ ശൈലിയിൽ കൊല്ലപ്പെടുമെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ല. 2nd ലെവൽ മാർക്വിസുകളായിട്ടുള്ള 2 പേർ ആ ഹാളിനകത്തുണ്ട്. കോങ് യാനിക്കും യാവോ മെങ്ങും. അവർ 2 പേർക്കും വല്ലാത്തൊരു ഞെട്ടലുണ്ട്. ഒന്ന് ഞെട്ടിയെങ്കിലും യാവോ മെങ് ആ രൂപത്തെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവർക്കൊരു വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ട്. അതേ കൺഫ്യൂഷൻ യുവാൻ ഷോയ്ക്കുമുണ്ട്. അതേ കൺഫ്യൂഷൻ തന്നെ സാക്ഷാൽ പൗലിൻ മാസ്റ്റർക്കുമുണ്ട്. വിക്ടർ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അതിശക്തരായ 3 മാർക്വിസുകളെ നേരിട്ടിട്ട് 2 പേരെ കൊലപ്പെടുത്തുകയും ഒരാളെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്ത ആ മനുഷ്യൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ വിക്ടർ ബ്ലാക്കിന്റെ തല ഇതുപോലെ ഉടലിൽ നിന്ന് വേർപെട്ടനെ. അക്കാര്യം ഇപ്പോൾ വിക്ടർക്ക് നല്ല ബോധ്യമാണ്. സകല ആളുകളും നിശബ്ദരായി ഏതൊരു ടാബ്ലോയിലെ രംഗം കാണും പോലെ ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ ആ ഓഡിയൻസിനിടയിൽ നിന്ന് കയറുന്ന മാർക്ക് ഫെല്ലർ ഏതാനും സ്റ്റെപ്പുകൾ കൊണ്ട് സ്റ്റേജിന്റെ അകത്തേക്ക് കടന്നു. സ്റ്റേജ് 2ആയി കീറി മുറിക്കപ്പെട്ടിരിക്കുകയാണ്. വിറച്ചു നിൽക്കുന്ന ആ ഹോസ്റ്റിനടുത്തെത്തിയ മാർക്ക് ഹോസ്റ്റിനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ലേലത്തിൽ വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇപ്പൊ തന്നെ വേണം. അത് പറഞ്ഞിട്ട് മാർക്ക് തിരിഞ്ഞ് ഓഡിയൻസിനോടായി പറഞ്ഞു, ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ലേലത്തിൽ പിടിച്ചത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോ ഇവിടെ കൊണ്ടുവയ്ക്കണം. കേൾക്കേണ്ട താമസം നേരത്തെ അവിടെ നിന്ന് ലേലം വിളിച്ച് സാധനങ്ങൾ കൈപ്പറ്റിയ ആളുകൾ അതിവേഗം ഓടി സ്റ്റേജിലെത്തി ആ സാധനങ്ങളൊക്കെ മാർക്കിന്റെ മുന്നിൽ അടിയറ വെച്ചു. ഹോസ്റ്റ് അയാളുടെ കൂട്ടാളികളെ കൊണ്ട് അകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതിവേഗം സ്റ്റേജിലേക്ക് എത്തിച്ചു. ലേലം വിളിക്കാൻ ഇനിയും ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ അവിടെ എത്തിയതും ആ കറുത്ത മാസ്ക് ധരി കൈ കൊണ്ടൊന്ന് ആക്ഷൻ കാണിക്കുന്നത് ആളുകളൊക്കെ കണ്ടു. ആ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചതും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. മാർക്ക് ഫെല്ലറുടെ ആ നിലവറയിലേക്ക് ശരിക്കും ആ സാധനങ്ങൾ അങ്ങ് കയറിപ്പോവുകയായിരുന്നു. മാർക്ക് ഫെല്ലർ ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് മീശയ്ക്ക് ഒരു ജോലി കൊടുത്തിട്ടാണ് വന്നത്. മാർക്ക് ഫെല്ലറുടെ ആ നിലവറയിൽ ഉണ്ടായിരുന്ന ആ ശവപ്പെട്ടിയും 2 ഡെഡ് ബോഡികളും മാർക്ക് എടുത്ത് വീട്ടിൽ കിടത്തിയിരിക്കുകയാണ്. അവയ്ക്ക് മീശയെ കാവൽ നിർത്തിയിട്ട മാർക്ക് വന്നത്. മീശയ്ക്ക് ശരിക്കും ആ ശവപ്പെട്ടിയും ആ ഡെഡ് ബോഡികളും കണ്ടപ്പോൾ വല്ലാത്ത ഭയമുണ്ടായിരുന്നു. പക്ഷേ ആ ഡെഡ് ബോഡികളും ശവപ്പെട്ടിയും നിലവറയിൽ ഉണ്ടെങ്കിൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ നടത്തുന്ന ലേലത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് മാർക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് നോക്കാൻ മീശ തയ്യാറായത്. മാർക്ക് വരുന്നവരെ ആ ഡെഡ് ബോഡിയും
അതുപോലെ ശവപ്പെട്ടിയും നോക്കാമെന്ന് മീശ സമ്മതിച്ച ഒറ്റ കാരണം കൊണ്ടാണ്. മാർക്ക് ഫെല്ലർ ആ സാധനങ്ങളൊക്കെ തൻ്റെ നിലവറിലേക്ക് നിറച്ചു കഴിഞ്ഞതും അതിവേഗം പുറത്തേക്ക് മൂവ് ചെയ്തു. ഇതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തെത്തിക്കഴിഞ്ഞ യാൻ ഗസ്മാൻ ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ പ്രസിഡന്റ് ക്യൂ ഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പ്രസിഡന്റ്, ഇവിടെ ആകെ പ്രശ്നമാണ്. ആ ആൻസസ് ഗുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ കൂട്ടത്തിലുള്ള മുഴുവൻ പേരെ കൊന്നു. എത്ര പെട്ടെന്ന് ആളയക്കണം. ഏയ് ഗസ്മാൻ, നീ എന്താ പറയുന്നത്? അതേ പ്രസിഡന്റ്, കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, വേഗം ആളയക്ക്, അല്ലെങ്കിൽ അവിടെ പിടിച്ചേർത്തിക്കണം. അങ്ങനെ ഗസ്മാൻ പറഞ്ഞതും പ്രസിഡന്റ് ക്യൂഷിനൻ അതിവേഗം ആളുകളെ സംഘടിപ്പിക്കരുത്. അയാൾ ആളുകളെ അവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ നിലവറയിൽ നിറയ്ക്കപ്പെട്ട സാധനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുന്നത്. കറുത്ത വേഷധാരിയായ മാർക്ക് ഫെല്ലർ ആ വാതിലിലൂടെ പുറത്തേക്ക് പോകുന്ന ആ നിമിഷത്തിൽ ശരിക്കും നിശബ്ദമാണ് ആ ഹാൾ. അതിനകത്ത് നൂറുകണക്കിന് ആളുകളുണ്ട്. അവരാരും ശ്വാസം പോലും എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. സങ്കല്പിക്കാനാവാത്ത ഒരു കാഴ്ചയ്ക്ക് അവരെല്ലാവരും വിധേയരാവുകയായിരുന്നു. മാർക്ക് ഫെല്ലർ പുറത്തെത്തിയപ്പോൾ യാൻ ഗസ്മാൻ പെട്ടെന്ന് ഒരു മരത്തിന്റെ പുറകിലോട്ട് ഒളിച്ചു. അയാൾക്കൊരു വല്ലാത്ത ഭയം. മാർക്ക് ഫെല്ലർ അതിവേഗം അവിടെ നിന്ന് ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കും പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് വാഹനത്തിൽ പുറത്തേക്കും മൂവ് ചെയ്തു. മാർക്കിന്റെ വാഹനം ആ കോമ്പൗണ്ട് വിട്ട് പോയി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അനവധി വാഹനങ്ങൾ അവിടേക്ക് പാഞ്ഞു വന്നു. ഈ സമയത്ത് ഹാളിനകത്തുനിന്ന് ആളുകളും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സകലരും നടന്ന കാര്യങ്ങളെക്കുറിച്ച് പതുക്കെ സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവരൊക്കെ കണ്ടത്. വല്ലാത്തൊരു അമ്പരപ്പും ഞെട്ടലും ഒക്കെ അവിടെ എല്ലാവരും ദൃശ്യമാണ്. പക്ഷേ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും വല്ലാത്തൊരു ആവേശം. ആൻസസ് ഗുവാൻ എന്ന് അവർ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും നേരിൽ കണ്ടിരിക്കുകയാണ് ആ ആൻസസ് ഗുവാനെ. ജിങ്ഡു മാർഷൽ അസോസിയേഷന്റെ വാഹനങ്ങൾ പറപറ മുറ്റത്ത് വന്നു നിന്നു. ആ കൂറ്റൻ ഗ്രൗണ്ടിന്റെ പാർക്കിംഗ് സ്ഥലത്തേക്ക് ആ വാഹനങ്ങൾ ഒന്നൊന്നായി വന്നു നിന്നതും അതിൽ നിന്ന് ആദ്യം ചാടി ഇറങ്ങിയത് പ്രസിഡന്റ് ക്യൂഷിനാണ്. ക്യൂഷിനും കൂടെ ബ്ലാക്ക് ഗോൾഡ് വസ്ത്രം ധരിച്ച ഒരു ഡസൻ ആളുകളും ചാടി ഇറങ്ങി. അതിശക്തന്മാരായ കുറെ ആളുകളുമായിട്ടാണ് പ്രസിഡന്റ് ക്യൂഷിൻ എത്തിയിരിക്കുന്നത്. അത് കണ്ടതും സന്തോഷത്തോടെ ഗസ്മാൻ ഓടി പ്രസിഡന്റ് അടുത്തെത്തി. ഏയ് ഗസ്മാൻ, എന്താ ഉണ്ടായ? പ്രസിഡന്റ്, ആ ആൻസസ് ഗുവാൻ ഇവിടെ എത്തി. അവൻ എൻ്റെ കൂടെയുള്ള ആളുകളെ കൊന്നു. ഞാൻ അയാളെ തടയാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അത്രയും ഗസ്മാൻ പറഞ്ഞതും അവിടെ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു കേട്ടു. ഏയ് ഗസ്മാൻ, നുണ പറയാതെ. പ്രസിഡന്റ് ക്യൂഷിനൻ, ഇവൻ പറയുന്നത് നുണയാണ്. അയാൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഒളിച്ചോടുകയായിരുന്നു. ഞങ്ങളെ മുഴുവൻ ആ ആളിന്റെ മുന്നിൽ ഇട്ടിട്ട് ഇവൻ ഒളിച്ചോടി സ്വയം തടി രക്ഷിച്ചാണ്. പവലിയൻ മാസ്റ്ററുടെ ആ ഡയലോഗ് കേട്ടതും ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ആളുകളും ഉറക്കെ പറഞ്ഞു, അതെ, ഇവൻ ഒളിച്ചോടുകയായിരുന്നു. ഇവൻ യഥാർത്ഥത്തിൽ ആ ആക്രമണ മുന്നിൽ ഞങ്ങളെ ഇട്ടുകൊടുത്തിട്ട് പോവുകയായിരുന്നു. ഗസ്മാൻ ആകെ വല്ലാണ്ടായി. ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അതിശക്തനായ ഒരു ലീഡർ എന്ന നിലയിൽ ഈ ന്യൂ സെലസ്റ്റിൽ മുഴുവൻ അറിയുന്ന ആളാണ്. അയാളെയാണ് ആളുകൾ ഇതാ പരസ്യമായി കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ ന്യൂ സെലസ്റ്റിലെ പ്രമുഖ കുടുംബങ്ങളുടെ ആളുകളാണ്. യാവമെങ്ങും കോങ്ങും എന്നുവേണ്ട സകലരും യാൻ ഗസ്മാനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് ക്യൂഷിനൻ എല്ലാവരോടുമായി പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് നടപടിയെടുത്തോളാം. എന്തായാലും ഞാൻ ഉറപ്പ് നൽകുന്നു, ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാകില്ല. ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷൻ ക്ഷണിച്ചിട്ടാണ് ആളുകളൊക്കെ അവിടെ എത്തിയത്. അവരുടെ സംരക്ഷണം ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ശരിയായി നടപ്പിലാക്കുന്നതിൽ ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വാർത്ത പെട്ടെന്ന് അങ്ങ് പബ്ലിക്കായി. ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആ വാർത്തയെ തമസ്കരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും അത് പക്ഷേ നടന്നില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ന്യൂസ് സെലസ്റ്റിനെ എടുത്ത് തലകീഴ് മറിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. ന്യൂസ് സെലസ്റ്റിലെ ആളുകൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. ക്വിൻഡ് സിറ്റിയിൽ നിന്ന് പൗലിയൻ മാസ്റ്റർ വന്നതുപോലെ കാൻ സിറ്റിയിൽ നിന്നും അതുപോലെ സി സിറ്റിയിൽ നിന്നും ഒക്കെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു.
സെൻട്രൽ പ്ലെയിൻസിൽ നിന്ന് വരെ ആളുകളുണ്ട്. അവരൊക്കെ വലിയ വലിയ കുടുംബങ്ങളുടെ പാർട്ടായ ആളുകളാണ്, വലിയ വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഒരു വല്ലാത്ത ബഹളം ആ വാർത്ത സ്വാഭാവികമായിട്ടും പത്രങ്ങളിലും മാധ്യമങ്ങളിലും അങ്ങ് സൃഷ്ടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ്റെ മീറ്റിംഗ് ഹാളിലേക്ക് അങ്ങനെയാണ് ആ അതിഥി എത്തിയത്. ആ അതിഥിയെ കണ്ടതും പ്രസിഡന്റ് ക്യൂ ഷിന്നിനും കൂടുതൽ ആളുകളൊക്കെ ഞെട്ടിയിടിക്കുകയാണ്. വന്നിരിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ഷാവോ ശരിക്കും ദേഷ്യത്തോടെ പ്രസിഡന്റ് ക്യൂ ഷിനോട് പറഞ്ഞു, ക്യൂ ഷിനൻ, പബ്ലിക്കിന്റെ സെക്യൂരിറ്റിയിൽ തൊട്ട് കളിക്കുന്ന നിങ്ങളുടെ ഈ പ്രവണതയുണ്ടല്ലോ, ഇതെനിക്ക് അനുവദിക്കാനാവില്ല. പബ്ലിക്കിനെ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ സുരക്ഷ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളത് ചെയ്യില്ലെങ്കിൽ അത്തരം മീറ്റിംഗിൽ നടത്താനുള്ള നിങ്ങളുടെ പെർമിഷൻ പിൻവലിക്കാൻ ഞാൻ നിർബന്ധിതരാകും. ജനറൽ സെക്രട്ടറി ഷാവോയുടെ ആ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയുണ്ട്. ഗവൺമെന്റിൽ അതിപ്രധാനമായ ഒരു പോസ്റ്റാണ് ജനറൽ സെക്രട്ടറി ഷാവോ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാവോയെ എതിർത്ത് ഒരു കാര്യവും പൈറോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ക്യൂഷിന് അറിയാം. ക്യൂഷിൻ തൊഴുകയോടുകൂടി ഷാവോട് പറഞ്ഞു, ജനറൽ സെക്രട്ടറി ഷാവോ, ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിയതാണ്. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അക്രമി അവിടേക്ക് വന്നതാണ്. പ്രസിഡന്റ് ഷിനൻ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇനിമേൽ ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഷാവോ അതിവേഗം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഷാവോ ശരിക്കും ആ മുറിയിൽ ഒരു വല്ലാത്ത പ്രഷർ സൃഷ്ടിച്ചിരുന്നു. ഷാവോ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന ഗസ്മാന് നേരെ പ്രസിഡന്റ് ക്യൂഷിൻ അലറുകയായിരുന്നു. ഗസ്മാൻ, നീ ഒരുത്തൻ കാരണമാണ് ഞാൻ ഇതെല്ലാം കേട്ടത്. നിന്നെപ്പോലെ ഒരു യൂസ്ലെസ്സിനെ ഈ കാര്യം ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനിപ്പോ ഹയർ അതോറിറ്റികളോട് എന്താ ഇപ്പൊ പറയുക? ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ മുകളിലുള്ള ആ 8 അംഗ സേനയോട് എന്ത് പറയണമെന്നാണ് യഥാർത്ഥ പ്രസിഡന്റ് ആലോചിക്കുന്നത്. പ്രസിഡന്റിന് ആ 8 പേരെയും വല്ലാത്ത ഭയമാണ്. ആ 8 പേരുമായി ഡയറക്റ്റ് ബന്ധം പ്രസിഡന്റ് ക്യൂഷിനില്ല. ക്യൂഷിന് ബന്ധമുള്ളത് ഗ്രാനി ക്യുനുമായി മാത്രമാണ്. ഗ്രാനി ക്യുനിന് മുന്നിൽ താൻ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കും? അതാണ് പ്രസിഡന്റ് ക്യൂഷിനിൻ ആലോചിക്കുന്നത്. ക്യൂഷിനിൻ ദേഷ്യത്തോടെ ക്യാപ്റ്റൻ യാൻ ഗസ്മാനെ വഴക്ക് പറഞ്ഞപ്പോൾ ഗസ്മാൻ പ്രസിഡന്റ് ക്യൂഷിനോട് പറഞ്ഞു, പ്രസിഡന്റ്, ഇതെന്താ ഇങ്ങനെ? ഞാൻ എൻ്റെ ഈ കൈ കളഞ്ഞത് പോലും ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇവിടുത്തെ ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ, ഭൂരിപക്ഷം ആളുകളെയും ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടുവന്നവരാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് അതിശക്തമായ ജയിലുണ്ട്. ആ ജയിലിനകത്ത് കിടക്കുന്ന ആളുകളൊക്കെയും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് ആവശ്യം വേണ്ട ആളുകളാണ്. അവരെ ഉപയോഗിച്ച് പല പരീക്ഷണങ്ങളും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. ആ പരീക്ഷണത്തിന് വേണ്ടി അതിശക്തരായ ആളുകളെ അവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗസ്മാനാണ്. ആ ഗസ്മാന് ഒരു അബദ്ധം പറ്റിയപ്പോൾ അതിൻ്റെ പേരിൽ ഗസ്മാനെ പബ്ലിക്കായി അവഹേളിക്കുന്നത് ശരിയല്ല എന്നാണ് ഗസ്മാന്റെ അഭിപ്രായം. ഗസ്മാൻ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് പ്രസിഡന്റിനും അറിയാം. പക്ഷെ പ്രസിഡന്റിന് അയാളുടെ തല സംരക്ഷിച്ചേ പറ്റൂ. ഈ സമയത്താണ് ആ മുറിയിലുണ്ടായിരുന്ന ഷിയ ഹാങ് ഇടപെട്ടത്. ഷിയ ഹാങ്റെ പ്രസിഡന്റ് ക്യൂഷിനോട് പറഞ്ഞു, പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കി ഈ ആൻസസ്റ്റർ പിടിക്കണമെന്നാണ്. ഷിയ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രസിഡന്റ്, നമുക്ക് ഒരു ബൈറ്റ് വെച്ചാലോ? ഒരു ഇരയോ? അതേന്ന് പ്രസിഡന്റ്, നമുക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയാമല്ലോ. എമിലി ബ്ലാക്കിന്റെ രക്തം സ്വീകരിച്ച ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ രക്തം സ്വീകരിക്കാനായി നമ്മൾ സെലക്ട് ചെയ്ത ആളുകൾ കൊല്ലപ്പെട്ടു. നമുക്ക് ഒരു അനൗൺസ്മെന്റ് പതുക്കെ ചെയ്യാം. ഷിയ ഹാങ്, നീ എന്തായി പറയുന്നത്? എമിലി ബ്ലാക്കിന്റെ രക്തം സ്വീകരിച്ച ആളെ നമ്മൾ അവതരിപ്പിക്കാന്നാണോ നീ പറയുന്നത്? എമിലി ബ്ലാക്ക് എന്ന പേര് പോലും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. അതെനിക്കറിയാവോ? പ്രസിഡന്റ്, അതെനിക്കറിയാം. നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഈ ആൻസസ്റ്റർ ഗുവാൻ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഒരു പരിപാടി പ്ലാൻ ചെയ്യണം. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു അക്കാഡമി തുടങ്ങുന്നു എന്ന് അറിയിച്ചാൽ ആ അക്കാഡമി എവിടെയാണെന്ന് അറിയേണ്ട താമസം ഈ ഗുവാൻ അവിടെ എത്തും. എൻ്റെ തോന്നലാണ്. എൻ്റെ തോന്നൽ ശരിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഷിയ ഹാങ് റേ പറഞ്ഞുകൊണ്ടുവരുന്ന ഐഡിയ ഒരു സാധ്യതയുള്ള ഐഡിയ ആയി പെട്ടെന്ന് പ്രസിഡന്റ് ക്യൂഷിനാന്ന് തോന്നി. ക്യൂഷിനൻ ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ആലോചിച്ചിട്ട് നാളെ പറയാം. ആ സമയത്ത് ഷിയ ഹാങ്ങിനെയും
യാൻ ഗസ്മാനെയും അവിടുന്ന് ഒഴിവാക്കാൻ ഒരു ധൃതി പ്രസിഡന്റ് ക്യൂ ഷിനുണ്ട്. അതിന്റെ കാരണം ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന സെക്രട്ടറിക്ക് മനസ്സിലായി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും അവിടെ ഷാങ്ഹായുടെ കാർ വന്നു. ഷാങ്ഹായുടെ കാറിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് സാക്ഷാൽ ജിനിയാവോ ബ്ലാക്ക് ആണ്. ജിനിയാവോ ആ മുറിയിലേക്ക് കടന്നു വന്നതും വളരെ സ്നേഹത്തോടെ പ്രസിഡന്റ് ക്യൂ ഷിനൻ ജിനിയാവോ സംബോധന ചെയ്യും. ഹലോ ജിനിയാവോ, പ്ലീസ് കം. പ്രസിഡന്റ് ക്യൂ ഷിനൻ കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാനും മിസ്റ്റർ ബ്ലാക്കിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. അങ്ങനെ അവര് കുശലാന്വേഷണം കഴിഞ്ഞതും ജിനിയാവോ പ്രസിഡന്റ് ക്യൂ ഷിനോട് പറഞ്ഞു, എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ്, ബാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിനിയാവോ ബ്ലാക്കിനെ വിളിച്ച് പ്രസിഡന്റ് ക്യൂ ഷിനൻ അവിടുന്ന് പുറത്തേക്ക് പോയി. അവർ രണ്ടുപേരും കൂടെ എത്തിച്ചേർന്നത് പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു മുറിയിലേക്കാണ്. ശരിക്കും ഒരു ലാബിന്റെ ശൈലിയിലുള്ള ഒരു മുറി. ആ മുറിയിൽ ഒരു ബാത്ത് ടബും ഒരുക്കിയിട്ടുണ്ട്. ആ ബാത്ത് ടബിന് ചുറ്റുമായി നേർത്ത ഒരു തുണി തൂക്കിയിട്ടിട്ടുണ്ട്. നേർത്ത തുണി കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്ന ആ ബാത്ത് ടബ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസിഡന്റ് ക്യൂ ഷിനൻ ജിനിയാവോ ബ്ലാക്കിനോട് പറഞ്ഞു, ജിനിയാവോ, ആ ടബിനകത്ത് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേൾക്കേണ്ട താമസം ജിനിയാവോ ബ്ലാക്ക് അതിവേഗം അയാളുടെ ഡ്രസ്സുകൾ അഴിച്ചു തുടങ്ങി. പൂർണ്ണ നഗ്നനായി മാറിയ ജിനിയാവോ ബ്ലാക്ക് ആ നേർത്ത തുണി മാറ്റി ആ ബാത്ത് ടബിന് അകത്തേക്ക് കടന്നു. ആ ബാത്ത് ടബിൽ ശരിക്കും രക്തം നിറച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7 മാസങ്ങൾ കൊണ്ട് എമിലി ബ്ലാക്കിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന രക്തം ആ ടബിൽ നിറച്ചിരിക്കുകയാണ്. പൂർണ്ണ നഗ്നനായ ജിനിയാവോ ബ്ലാക്ക് ആ ടബിൽ അങ്ങനെ കിടന്നു. ആ ടബ് അനവധി ഉപകരണങ്ങളുമായി ഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ആ ടബിൽ ജിനിയാവോ ബ്ലാക്ക് കിടന്ന് ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും പ്രസിഡന്റ് ക്യൂ ഷിനൻ ഒരു സ്വിച്ച് ഓണാക്കി. ആ സമയത്ത് ആ ടബിന്റെ അടിഭാഗത്തുള്ള ഒരു പ്ലേറ്റ് ഒന്ന് ചൂടായി തുടങ്ങി. ആ പ്ലേറ്റിൽ നിന്നുള്ള ചൂട് ആ ടബിലേക്കും ടബിൽ നിന്ന് അകത്ത് രക്തത്തിലേക്കും വരികയാണ്. നേർത്ത രീതിയിലുള്ള ഒരു ചൂട് ആ രക്തത്തിൽ വരുമ്പോൾ രക്തത്തിനകത്ത് കിടക്കുന്ന ജിനിയാവോ ബ്ലാക്ക് അയാളുടെ മനസ്സ് പൂർണ്ണമായും ധ്യാനത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അയാളുടെ ബോഡിയിലെ എല്ലാ ദൂരങ്ങളും ശരിക്കും തുറന്നു വെച്ചിരിക്കുകയാണെന്ന് പറയാം. ഈ നിമിഷത്തിൽ ചൂടായി തുടങ്ങിയ ആ രക്തം അയാളുടെ ബോഡിയുമായി പ്രതികരിച്ചു തുടങ്ങിയാണ്. ഒരു ഓസ്മോസിസ് ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ ആ ടബിനകത്ത് തുടർന്ന് നടന്നു തുടങ്ങിയത്. ജിനിയാവോയുടെ ബോഡിക്കുള്ളിലേക്ക് ആ ടബിനകത്തുള്ള രക്തം കയറുന്ന ഒരു ടെക്നിക്കാണ് അവരവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്ന് പറയാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് ക്യൂ ഷിനൻ ആ സ്വിച്ച് ഓഫ് ചെയ്തു. അല്പസമയം കഴിഞ്ഞതും ജിനിയാവോ പുറത്തിറങ്ങി ഡ്രസ് ചെയ്തു. അയാൾ പ്രസിഡന്റ് ക്യൂ ഷിനോട് ചോദിച്ചു, എങ്ങനെ റിസൾട്ട്? ജിനിയാവോ 60% ഓക്കെയാണ്. 60% ഉള്ളൂ. ഹേയ് ജിനിയാവോ, ഇത് തന്നെ ശരിക്കും അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ്. നേരത്തെ ആ ഗൂ സഹോദരന്മാർക്ക് 30% റിസൾട്ട് ഉണ്ടായുള്ളൂ. 30 ഇവിടുത്തെ ഏറ്റവും വലിയ റെക്കോർഡ്. ശരിക്കും ആ റെക്കോർഡിന്റെ ഇരട്ടിയാണ് ജിനിയാവോയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റ് ക്യൂ, അപ്പോ ഇതിന് മുകളിലേക്ക് വരണമെങ്കിൽ എന്താ മാർഗം? ഹേയ് ജിനിയാവോ, എമിലി ബ്ലാക്കിന്റെ രക്തവുമായി 60% യോജിക്കുന്ന രക്തം ഇപ്പോ യങ് മാസ്റ്റർ ജിനിയാവോക്ക് ഉണ്ട്. അതിന് മുകളിൽ യോജിക്കുന്ന രക്തം എമിലിക്ക് മാത്രമേ കാണൂ. പ്രസിഡന്റ് ക്യൂ ഷിൻ, നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ എമിലി പ്രാക്ടീസ് ചെയ്താൽ പ്രശ്നമാണ്. ശരിക്കും ആ വാർത്ത ജിനിയാവോയുടെ പുറത്ത് ഒരു മിന്നലടിച്ച ഇഫക്റ്റാണ് ഉണ്ടാക്കിയത്. എമിലി ബ്ലാക്ക് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ എമിലി ബ്ലാക്കിനെ വെല്ലാൻ ആർക്കും പറ്റില്ല എന്ന യാഥാർത്ഥ്യമാണ് പ്രസിഡന്റ് അവിടെ പങ്കുവച്ചത്. വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടിയാണ് ജിനിയാവോ ബ്ലാക്ക് അവിടെ നിന്ന് അവൻ്റെ വസതിയിൽ മടങ്ങിയെത്തിയത്. അവന് ശരിക്കും ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ്റെ രക്തവും എമിലിയുടെ രക്തവുമായി 60% മാത്രമാണ് യോജിച്ചിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് പോലും അവൻ അതിശക്തമായ ഒരു പവർ ഫീൽ ചെയ്യുകയാണ്. 60% മാത്രം യോജിച്ച രക്തം ഇത്രയും ശക്തി നേടിത്തരുമെങ്കിൽ 100% ആ ബ്ലഡ് ലൈൻ സ്വന്തമായിട്ടുള്ള എമിലി ബ്ലാക്ക് മാർഷൽ ആർട്സ് പ്രാക്ടീസ് തുടങ്ങിയാൽ അവർക്ക് ജിനിയാവോ ബ്ലാക്കിനെ ഓവർടേക്ക് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. ആ യാഥാർത്ഥ്യം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് ബ്ലാക്ക് കുടുംബത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ജിനിയാവോയുടെ മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത ടെൻഷൻ അവന് വരുന്നത്. ആ ടെൻഷനോട് കൂടിയാണ് അവൻ വീട്ടിൽ ചെന്ന് കയറുന്നത്. അവനെ കണ്ടതും ഷാങ്ഹായ് ചോദിച്ചു, ഏയ് മോനെ എന്തായി? അവർ പറഞ്ഞത് വെറുതെ അല്ലേ? ആ രക്തം കൊണ്ട് ഒരു കാര്യമില്ലല്ലേ? അച്ഛാ അങ്ങനെയല്ല,
ആ രക്തം ശരിക്കും പവർഫുള്ളാണ്. ഏയ് ജിനേവ്, നീ എന്താ പറഞ്ഞേ? അതെ അച്ഛ, എമിലിയുടെ രക്തം ശരിക്കും പവർഫുള്ളാണ്. ആ രക്തം ഞാൻ സ്വീകരിച്ചപ്പോൾ എന്റെ രക്തവുമായി അവളുടെ രക്തം ഏകദേശം 60% യോജിച്ചു. 60% യോജിച്ചുള്ളൂ? അതെ അച്ഛ, 60% യോജിച്ചുള്ളൂ. അച്ഛ, അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നം? അച്ഛ, ഈ എമിലി മാർഷൽ ആർട്സ് പ്രാക്ടീസ് തുടങ്ങിയ പ്രശ്നമാണ്. നീ എന്താ ഈ പറയുന്നത്? അവൾ എങ്ങനെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യും? അച്ഛ, അവളുടെ ബ്ലഡ് ലൈൻ ശരിക്കും പ്യൂറാണ്. ആ പ്യൂർ ബ്ലഡ് ലൈനുള്ള അവൾ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ അവൾക്ക് അതിവേഗം വളരാൻ പറ്റും. അവൾ ചിലപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്തേക്കും. ജിനിയാവോ ബ്ലാക്ക് തന്നെ അങ്ങനെ പറയുമ്പോൾ അതിൽ സത്യത്തിന് അംശമുണ്ടെന്ന് അത് കേൾക്കുന്ന ഷാൻഹായിക്ക് ഏതാണ്ട് ഉറപ്പാണ്. വെറുതെയല്ല അയാളുടെ അച്ഛൻ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ചെറുമകളായ എമിലി ബ്ലാക്കിനെ പ്രൊമോട്ട് ചെയ്തത്. എത്രയോ തലമുറകൾക്ക് മുമ്പേ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ആൻസിസ്റ്റർ, ആ ആൻസിസ്റ്ററിന്റെ അതേ ഗുണമുള്ള ബ്ലഡ് നൂറുകണക്കിന് തലമുറകൾക്ക് ശേഷം ഇതാ ഒരാളിൽ പുനർ അവതരിച്ചിരിക്കുകയാണ്. അതാണ് എമിലി ബ്ലാക്ക്. അതുകൊണ്ടാണ് ആ എമിലി ബ്ലാക്കിനെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് എല്ലാ വിധത്തിലും പ്രൊട്ടക്ട് ചെയ്തത്. ഇപ്പോ ഷാൻഹായിക്ക് കഥ മനസ്സിലാവുകയാണ്. ഷാൻഹായിയുടെ സ്വപ്നങ്ങൾ അയാളുടെ മകൻ ജിനിയാവോ ബ്ലാക്കുമായി കണക്റ്റഡ് ആണ്. ജിനിയാവോ ബ്ലാക്കിന് ത്രട്ട് തന്നെയാണ് എമിലി ബ്ലാക്ക്. അച്ഛനും മകനും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജിനിയാവോ ഷാൻഹായിയോട് പറഞ്ഞു, അച്ഛ, ഒരു കാരണവശാലും എമിലി പുറത്തു വിടരുത്. അതുപോലെ അവളെ കൊല്ലാനും പാടില്ല. അവളുടെ കയ്യിൽ നിന്ന് പരമാവധി രക്തം ഊറ്റിയെടുക്കണം. അതുപയോഗിച്ചാലേ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂ. ജിനിയാവോയ്ക്ക് എല്ലാ തരത്തിലുള്ള റിസോഴ്സസും ലഭ്യമാണ്. ആ ഏത് റിസോഴ്സസിനേക്കാളും ശക്തമാണ് എമിലി ബ്ലാക്കിന്റെ രക്തം നൽകുന്ന ശക്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നുകളോ വൻതോതിൽ സ്പിരിച്വൽ ലഭിക്കുന്ന സംവിധാനങ്ങളോ ഒന്നും ഇതിന് പകരമാകത്തില്ല. എമിലി ബ്ലാക്കിന്റെ രക്തം അതാണ് സർവപ്രധാനം. അത് ലഭിക്കാൻ എമിലി ജീവിച്ചിരിക്കുകയും വേണം. എന്നാൽ അതേ സമയത്ത് അവൾ ഒരു കാരണവശാലും കൾട്ടിവേഷൻ തുടങ്ങാനും പാടില്ല. ഈ ചർച്ച ഇങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അവൻ്റെ വസതിയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. മാർക്ക് വസതി മടങ്ങിയെത്തുമ്പോൾ രസകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. മാർക്കിന്റെ ആ ശവപ്പെട്ടിയും ഡെഡ് ബോഡിയും അവിടെ ഹാളിലുണ്ട്. മീശ ആ ശവപ്പെട്ടിയുടെയോ ഡെഡ് ബോഡിയുടെ അടുത്തൊന്നും വരാതെ ദൂരെ മാറി നിൽക്കുകയാണ്. അയാൾ ശരിക്കും ഭയം നിൽക്കുകയാണ്. മീശ, മാർക്കിന്റെ ശബ്ദം കേട്ട് മീശ മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് ചിരിച്ചുകൊണ്ട് മീശയുടെ നേരെ വരികയാണ്. എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? മാർക്ക്, വേഗം അത് മാറ്റ്. അത് കേട്ടതും മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയ്ക്കുള്ളിലേക്ക് മാർക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. ആ കൂട്ടത്തിൽ ഒന്നാണ് മാർക്ക് പുറത്തെടുത്ത വാള്. ആ വാള് കണ്ടതും മീശ അത് കയ്യിലെടുത്തു. മീശ, ഇതൊരു സാധാരണ വാളല്ലേ? മാർക്ക്, ഇത് ഒരു സാധാരണ വാള് തന്നെയാണ്. പക്ഷേ ഈ വാള് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അത് സാധാരണമല്ല. മീശ, എനിക്ക് മനസ്സിലായില്ല. മാർക്ക്, ഇത് 4 വാളുകളുടെ ഒരു കോമ്പിനേഷനിൽപ്പെട്ട വാളാണ്. ബാക്കി 3 വാളും എൻ്റെ കയ്യിലുണ്ട്. ഈ വാള് കൂടി വരുമ്പോൾ ആ കോമ്പിനേഷൻ പൂർത്തീകരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഈ വാള് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഇതിന് വല്ലാത്തൊരു ശക്തി ഉണ്ടെന്ന്. മീശ പറയുന്ന കേട്ടപ്പോൾ മാർക്കിന് ഒരു കൗതുകം. മീശ, ഇതപ്പോ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അറിയത്തില്ലേ? മാർക്ക്, അത് അറിയാമെങ്കിൽ അവന്മാർ ഇത് ലേലത്തിന് വെക്കൂ. ഏതൊരു പുരാവസ്തു എന്ന് കരുതിയിട്ടല്ലേ അവന്മാർ ലേലത്തിന് വെച്ചത്. മാർക്ക്, നിനക്കറിയുമോ, ഈ വാളുകളുടെ ഉടമ ശരിക്കും അതിശക്തനായിരുന്നു. മീശ പറഞ്ഞ ആ വാചകം കേട്ടതും മാർക്ക് മീശയോട് ചോദിച്ചു, അതിശക്തനോ? അങ്ങനെയെങ്കിൽ ഈ ആളും നമ്മുടെ ആ മാസ്ക് വെച്ച സ്ത്രീയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് വിജയിക്കും? തികച്ചും സാങ്കല്പികമായ ഒരു ചോദ്യമാണ് മാർക്ക് ഫെല്ലർ ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും മീശ ഒരു നിമിഷം നിശബ്ദനായി നിന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, അത് അവർ തമ്മിൽ ഏറ്റുമുട്ടിയാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതല്ലാതെ അതിനൊരു മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. മീശ അങ്ങനെ പറഞ്ഞതും മാർക്ക് കൊണ്ടുവന്ന നിലവറയിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ആ മഴവിൽ നിറത്തുള്ള പാത്രം കയ്യിലെടുത്തു. മാർക്ക് മീശയോട് പറഞ്ഞു, ഇത് ഞാൻ എടുക്കുകയാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ മീശ പറഞ്ഞു, ഓക്കെ, എനിക്ക് യഥാർത്ഥത്തിൽ ഈ വാളിന്റെ ആവശ്യമുള്ളൂ. പിറ്റേ ദിവസം ഏകദേശം രാത്രിയായി കാണും. നല്ല ഇരുട്ട് വീണപ്പോൾ
ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന്റെ ആ വാതിൽ വഴി മാർക്ക് ഫെല്ലർ ആ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നു. സകല ആളുകളും നല്ല ഉറക്കത്തിലാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മാർക്ക് ഫെല്ലർ പൗലി മാസ്റ്ററുടെ വസതിയിലെത്തി. പൗലി മാസ്റ്റർ വസതിയിൽ മാർക്ക് എത്തുമ്പോൾ പൗലി മാസ്റ്റർ സഹായികളായിട്ടുള്ള ആ 2 മെഡിസിനൽ ബോയ്സും നല്ല ഉറക്കത്തിലാണ്. അവരെ ഉണർത്താതെ മാർക്ക് ഫെല്ലർ പൗലി മാസ്റ്ററുടെ ബെഡ്റൂമിന് സമീപമെത്തി. മാർക്ക് ആ ബെഡ്റൂമിൽ എത്തുമ്പോൾ പൗലി മാസ്റ്റർ നല്ല ഉറക്കത്തിലാണ്. അവരുടെ കിടക്കയ്ക്ക് ചുറ്റുമായി ഒരു ചെറിയ നേർത്ത തുണി വിരിച്ചിട്ടുണ്ട്. ആ നേർത്ത തുണിയിലേക്ക് നോക്കിയ മാർക്ക് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. കാരണം പൗലി മാസ്റ്റർ ഏതാണ്ട് നഗ്നയായിട്ടാണ് ആ കിടക്കയിൽ കിടന്ന് ഉറങ്ങുന്നത്. മാർക്ക് ശബ്ദം താഴ്ത്തി തിരിഞ്ഞു നിന്ന് പതുക്കെ പറഞ്ഞു, പൗലി മാസ്റ്റർ, പൗലി മാസ്റ്റർ. 2 തവണ പൗലി മാസ്റ്റർ എന്ന് മാർക്ക് വിളിച്ചതും പൗലി മാസ്റ്റർ ഇടത് കൈയൊന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ ഒരു തുണി അവരുടെ പുറത്തേക്ക് വീണു. ആ ഗൗൺ അണിഞ്ഞ് പൗലി മാസ്റ്റർ കട്ടിൽ നിന്ന് പുറത്തിറങ്ങി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ വല്ലതും കണ്ടോ? ഞാൻ അങ്ങോട്ട് നോക്കിയതേയില്ല. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും പൗലി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, ബാ. പൗലി മാസ്റ്റർ മാർക്കിനെ കൊണ്ട് മുന്നോട്ട് നടന്നു. അല്പദൂരം മുന്നോട്ട് നടന്ന പൗലി മാസ്റ്റർ പെട്ടെന്ന് കയ്യൊന്ന് നനയ്ക്കിയതും അവർക്ക് മുന്നിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ മാർക്കിനെ കൊണ്ട് ആ വാതിൽ വഴി അകത്തേക്ക് കയറി. അതൊരു സീക്രട്ട് മുറിയാണ്. മാർക്ക്, നീ ഇവിടെ സുരക്ഷിതനായിരിക്കും. പൗലി മാസ്റ്റർ, ഞാൻ ഇവിടെ കഴിയാൻ വന്നതല്ല. മാർക്ക്, നീ പിന്നെ എന്തിനാ വന്നേ? പൗലി മാസ്റ്റർ, ഞാൻ ഇത് നൽകാനാണ് വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അവൻ്റെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് ആ പാത്രമെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. പൗലി മാസ്റ്ററുടെ കയ്യിലേക്ക് വയ്ക്കപ്പെട്ട ആ മഴവിലിൻ്റെ നിറമുള്ള ആ പാത്രം കണ്ട പൗലി മാസ്റ്റർ മുഖത്ത് വല്ലാത്തൊരു കൗതുകം. മാർക്ക്, അപ്പോൾ നീ ആയിരുന്നല്ലേ അവിടെ വന്നത്? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാണ്. മാർക്ക് ഫെല്ലർ എവിടെയോ രഹസ്യമായി താമസിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ജിയാങ് ഹെയ്ക്കും പൗലി മാസ്റ്ററും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്ത് വെച്ച് മാർക്ക് ഫെല്ലർ കൊല്ലപ്പെട്ട് കാണുമെന്നാണ് ജിങ്ദു മാർഷൽ അസോസിയേഷൻ എല്ലാവരോടും പറഞ്ഞത്. അതിന് ഒരു സാധ്യതയുമില്ല എന്ന് പൗലി മാസ്റ്റർക്കും ജിയാങ് ഹെയ്ക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മാർക്കിനെ അർദ്ധരാത്രിയിൽ അവരുടെ ബെഡ്റൂമിൽ കണ്ടിട്ടും അവർക്ക് ഞെട്ടലൊന്നും തോന്നാത്തത്. പക്ഷെ അതേ മാർക്ക് തന്നെയാണ് തലേദിവസം പകൽ ജിങ്ദു മാർഷൽ അസോസിയേഷനെ ആ ലേലം നടന്ന സ്ഥലത്തെത്തി ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ പൗലി മാസ്റ്റർക്ക് വല്ലാത്തൊരു അതിശയം. മാർക്ക്, ഇനി നീ ശ്രദ്ധിക്കണം. ഇപ്പൊ നീ ജിങ്ദു മാർഷൽ അസോസിയേഷനെ മാത്രമല്ല എതിരാക്കിയിരിക്കുന്നത്, നീ ഗവൺമെന്റിനെ എതിരാക്കിയിരിക്കുകയാണ്. ഒരു പബ്ലിക് ഫംഗ്ഷനാണ് നീ കയറി ഇടപെട്ടത്. ഗവൺമെന്റ് നിനക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. ആ കറുത്ത വസ്ത്രധാരിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കാര്യം ഇപ്പോൾ പൗലി മാസ്റ്റർക്കും അറിയാം. മാർക്ക്, തൽക്കാലം നീ ഇവിടെ താമസിക്കും. പൗലി മാസ്റ്റർ നിർബന്ധപൂർവ്വം അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ ആ രഹസ്യ അറയിൽ താമസിച്ചു തുടങ്ങി. രഹസ്യ അറയിൽ താമസിക്കുമ്പോഴും മാർക്കിന്റെ കയ്യിൽ ആ ഫർണസ് ഉണ്ട്, അതുപോലെ ഹെർബ്സ് ഉണ്ട്, മറ്റനവധി സാധനങ്ങളുണ്ട്. അതുപയോഗിച്ച് മരുന്നുകൾ ഉണ്ടാക്കാനും കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ മാർക്കിന് ഒരു അവസരമായി. 1-2 ദിവസം അതിവേഗം മാർക്ക് സജീവമായി ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 2 ദിവസമായപ്പോൾ മാർക്ക് വെറുതെ മാർക്കിന്റെ ഫോണൊന്ന് എടുത്തു. ആ ഫോണിൽ ഇപ്പോൾ ഒരു വാർത്ത മാർഷൽ ആർട്സ് ഫോറവുമായി ബന്ധിപ്പിച്ച് മാർക്ക് വായിച്ചു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഒരു അക്കാഡമി സ്ഥാപിക്കുകയാണ്. 2 ദിവസത്തിനകം ആ അക്കാഡമി നിലവിൽ വരും. ആ അക്കാഡമിയിലെ പരിശീലനം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പുതുതായി കണ്ടുപിടിച്ചിരിക്കുന്ന രക്തം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ വാർത്ത വായിച്ച മാർക്ക് ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ഒരു അക്കാഡമി തന്നെ എമിലി ബ്ലാക്കിന്റെ രക്തം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി തുടങ്ങാനുള്ള ഒരു ധൈര്യമാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഇതാ കാണിച്ചിരിക്കുന്നത്. എമിലി ബ്ലാക്കിന്റെ രക്തം ഉപയോഗിച്ച മുഴുവൻ ആളുകളെയും മാർക്ക് ഫെല്ലർ കൊന്നൊടുക്കിയിരിക്കുകയാണ്. ജിയാൻ വോ ആ രക്തം ഉപയോഗിച്ച കാര്യം ഷിയോ ഹാങ് മറച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് മാർക്കിന് അറിയില്ല. മാർക്കിന് അറിയാവുന്ന ആളുകളേക്ക് മാർക്ക് കൊന്നു കഴിഞ്ഞു. ഇപ്പൊ ഇതാ പരസ്യമായിട്ട് ജിങ്ദു മാർഷൽ അസോസിയേഷൻ വീണ്ടും എമിലി ബ്ലാക്കിന്റെ രക്തം ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു അക്കാഡമി നടത്താൻ പോവുകയാണ്. ആ വാർത്ത വായിച്ച മാർക്ക് വാതിൽ വലിച്ചു തുറക്കുമ്പോൾ പുറത്ത് സാക്ഷാൽ പൗലി മാസ്റ്റർ നിൽക്കുകയാണ്. പുറത്ത് പൗലി മാസ്റ്റർ കണ്ടതും മാർക്ക് ആ ഫോൺ പൗലി മാസ്റ്ററെ കാണിച്ചു. ആ പോസ്റ്റ് വായിച്ച പൗലി മാസ്റ്റർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് നീ എന്ത് ചെയ്യാൻ പോകുന്നു? പൗലി മാസ്റ്റർ,
ഇതെനിക്ക് അനുവദിക്കാൻ പറ്റില്ല, എനിക്ക് അനുവദിക്കാനേ പറ്റില്ല. എമിലിയുടെ പുറത്തുനിന്ന് രക്തമെടുക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല. മാർക്ക്, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഇത് നിന്നെ പിടിക്കാനായി അവരുണ്ടാക്കുന്ന ഒരു ചതിയാണ്. നീ ശ്രദ്ധിക്കണം. പൗലോസ്, എനിക്ക് അങ്ങ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇത് അനുവദിക്കാൻ പറ്റില്ല. എമിലി വേദനിപ്പിച്ചാൽ അത് ശരിയാവില്ല. മാർക്ക്, നീ ഇപ്പൊ ചെന്നാൽ അപകടത്തിൽപ്പെടും. പൗലോസ്, ഞാൻ ഇപ്പൊ ചെന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പൗലോസ് ആലോചിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ചെന്നില്ലെങ്കിൽ അവർ വീണ്ടും പുതിയ പുതിയ ആളുകളെ ചേർക്കും. ആ ആളുകളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ എമിലി നിൽക്കുന്ന രക്തത്തിന്റെ അളവ് കൂടുക എന്നല്ലേ? എമിലി അവർ കൊല്ലാക്കൊല്ല ചെയ്യല്ലേ? അതെനിക്കെങ്ങനെ അനുവദിക്കാൻ പറ്റും? പൗലോ മാസ്റ്റർ എത്ര നിർബന്ധിച്ചിട്ടും മാർക്ക് ഫെല്ലർ അവിടെ നിൽക്കാൻ വിസമ്മതിക്കുകയാണ്. അവസാനം മാർക്കിനോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പൗലോ മാസ്റ്റർ മാർക്കിനെ യാത്രയാക്കി. മാർക്ക് ക്വിൻറ്റസ് സിറ്റിയിൽ നിന്ന് ന്യൂ സെലസ്റ്റിലേക്ക് തിരിച്ചിരിക്കുന്ന ആ രാത്രിയിൽ ഷിയ ഹാങ്ങും പ്രസിഡന്റ് ക്യൂഷിനും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ ആൻസിസ്റ്റർ ഗുവാൻ ഈ വാർത്ത വായിക്കൂ. പ്രസിഡന്റ്, എനിക്ക് ഉറപ്പാണ് അയാൾ ഈ വാർത്ത വായിക്കും. അല്ല, നമ്മൾ എമിലിയെ കുറിച്ചൊന്നും സൂചിപ്പിച്ചിട്ടില്ലല്ലോ പ്രസിഡന്റ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പറഞ്ഞല്ലോ അക്കാഡമി തുടങ്ങുന്ന കാര്യം. നമ്മുടെ പുതിയ ടെക്നോളജി ഉപയോഗിക്കാനാണ് ആ അക്കാഡമി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും അവന് മനസ്സിലാവും. ഷിയ ഹാങ്, നമ്മൾ അക്കാഡമി എവിടെയാണ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ പ്രസിഡന്റ്. അതൊക്കെ അവൻ മനസ്സിലാക്കിക്കൊള്ളും. നമ്മൾ ആ സ്ഥലം പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് മറച്ചു വെച്ചേക്കുകയാണെങ്കിലും ഇത് അറിയാനുള്ള ആള് അറിയും. എനിക്ക് 100% ഉറപ്പാണ് പ്രസിഡന്റ്. എനിക്ക് കുറെ ബ്ലാക്ക് ഗോൾഡ് ആളുകളെ തരണം. അത് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിന്റെ കൂടെ 8 ആളുകളുണ്ടാവും. പ്രസിഡന്റ്, 8 പേര് മതിയോ? ഹേയ്, നീ എന്താ പറയുന്നത്? 8 പേര് തന്നെ അധികമാണ്. 8 ബ്ലാക്ക് ഗോൾഡ് വസ്ത്രം ധരിക്കുന്ന ആളുകളെ ഇറക്കാന്ന് പറയുമ്പോൾ അതൊരു വൻ ടീമാണ്. എല്ലാവരും മാർക്കസ് ലെവലിൽ 4 അതിന് മുകളിലുള്ളവരാണ്. അത്തരത്തിലുള്ള 8 ആളുകൾ ഒരുമിച്ച് ചേർന്നാൽ ഏതൊരു ശക്തനെയും പിടിക്കാവുന്നതേ ഉള്ളൂ. അത് കേട്ടതും ഷിയ ഹാങ് പറഞ്ഞു, പ്രസിഡന്റ്, എനിക്ക് ഒരു മാർഷൽ ആർട്സ് സെയിന്റ് വെപ്പൺ കൂടി വേണം. ഹേ, നീ എന്തായി പറയുന്നത്? മാർഷൽ ആർട്സ് സെയിന്റ് വെപ്പണോ? അതൊന്നും പറ്റത്തില്ല, അതൊന്നും തരത്തില്ല. നീ അതൊന്നും ഇല്ലാതെ ഇവരെ പിടിച്ചാൽ മതി. നീ വിചാരിക്കുന്ന അത്ര ശക്തമൊന്നുമില്ല അവൻ. അന്ന് അവൻ വാളുപയോഗിച്ച് ചില ടെക്നിക്കൊക്കെ കാണിച്ചെന്ന് വെച്ച് നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് അവനെ അളക്കാതെ അവൻ വെറും നിസ്സാരനാണ്. ഷിയ ഹാങ്ങിനോട് അത്രയും പറഞ്ഞതിന് ശേഷം പ്രസിഡന്റ് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, പിന്നെ ഇത് ആൻസിസ്റ്റർ ഗുവാൻ അല്ലേ, അല്ലാതെ മാർക്ക് ഫെല്ലർ അല്ലല്ലോ. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ നമ്മളൊന്ന് ഭയപ്പെടണം. പ്രസിഡന്റ് ക്യൂഷിനൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഷിയ ഹാങ് റേയുടെ നാക്കിന്റെ തുമ്പത്ത് വന്നു നിൽക്കുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലർ ആണെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ പറയാൻ അയാൾക്കൊരു മടി. പറഞ്ഞാൽ അയാൾ പലതും പറയേണ്ടി വരും. പലതും പറയുന്ന കൂട്ടത്തിൽ ഗുവാൻ സഹോദരന്മാരുടെ മരണവും തിരഞ്ഞെടുക്കപ്പെട്ട 9 ആളുകളുടെ മരണവും അയാൾക്ക് പുറത്തു പറയേണ്ടി വരും. അത് ചിലപ്പോൾ പ്രശ്നമാകും. ആ കാര്യം ഷിയ ഹാങ്ങിന് അറിയാം. അതുകൊണ്ട് ഷിയ ഹാങ് മാർക്ക് ഫെല്ലറെ കുറിച്ചുള്ള വാർത്തകളൊക്കെ സമ്പൂർണ്ണമായിട്ട് അങ്ങ് മൂടി. അങ്ങനെ ആ ദിവസം എത്തി. മാർഷൽ ആർട്സ് അക്കാഡമി ആരംഭിക്കുന്ന ആ ദിവസം 8 ബ്ലാക്ക് ഗോൾഡ് വസ്ത്രം ധരിച്ച അതിശക്തരായ മാർക്സിസ്റ്റുകളുമായി ഷിയ ഹാങ് ആ അക്കാഡമിയിൽ എത്തിയിരിക്കുകയാണ്. അവർ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ആ അക്കാഡമിക്ക് ചുറ്റുമായി ഒരു വലയം തന്നെ അവർ തീർത്തിരിക്കുകയാണ്. അവിടെ എത്തുന്ന ആ കറുത്ത വസ്ത്രധാരിയെ പൂട്ടാൻ ആ വലയം മതിയെന്ന് ആ 8 അംഗ ടീമിന് അറിയാം. ഷിയ ഹാങ് അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ അവൻ വരുമ്പോൾ അവനെ പൂട്ടണം. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല. അന്ന് ഷിയ ഹാങ്, നിങ്ങൾ 8 പേരും ശക്തരല്ലേ? ശക്തരായ നിങ്ങൾക്കിടയിൽ ഞാൻ പെട്ടാൽ എൻ്റെ കാര്യം പോക്കാണ്. ഞാൻ അതുകൊണ്ട് ഓഫീസിലുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് ഷിയ ഹാങ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലേക്ക് മടങ്ങി. ഈ സമയത്ത് ക്വിൻറ്റസ് സിറ്റിയിൽ നിന്ന് മാർക്ക് ഫെല്ലർ ന്യൂ സെലസ്റ്റിൽ എത്തിക്കഴിഞ്ഞു. മാർക്കിന്റെ ലക്ഷ്യം ആ അക്കാഡമിയാണ്. അക്കാഡമിയിലേക്ക് വരുന്ന മാർക്കിനെ കാത്ത് 8 ബ്ലാക്ക് ഗോൾഡ് വസ്ത്രധാരികൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിച്ചു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.